വിരലൊന്നും ആരും നോക്കാറില്ല അല്ലേ? നിങ്ങളുടെ വിരലൊന്നും മടക്കിയോളൂ, തള്ള വിരൽ 2 കഷ്ണമല്ലേ നോക്കൂ. 2 കഷ്ണം ഉണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിക്കണേ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന്. കാരണം സാധാരണ മനുഷ്യരുടെ തള്ളവിരലൊക്കെ എന്തായിരിക്കും, മടക്കാൻ പറ്റുന്നത് 2 പീസായി. നിങ്ങൾക്ക് അങ്ങനെയല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് പറയണം എന്തോ പ്രശ്നമുണ്ട്. അതിന് മുകളിലത്തെ പീസ് നോക്കൂ, കണ്ടില്ലേ? മുകളിൽ ചെറിയൊരു കഷ്ണം കണ്ടില്ലേ? അത്രയും വലിപ്പത്തിൽ ഭഗവാൻ ഒരവതാരമെടുത്തു. അപ്പൊ ഭഗവാൻ എത്ര ചെറുതായിരിക്കുമല്ലേ? ആ ഭഗവാന് 4 കൈകളുണ്ട്, ശംഖചക്ര ഗദാപത്മങ്ങളുണ്ട്, തലയിൽ കിരീടമുണ്ട്, വനമാലയുണ്ട്, എല്ലാം ഉണ്ട്. ആകെ എത്ര വലുപ്പമാണ്. ഇത്ര വലുപ്പമുള്ള ഒരു കൃഷ്ണനെ മനസ്സിൽ സങ്കല്പിക്കാൻ പറ്റി, സങ്കല്പിച്ചു. ആ കൃഷ്ണൻ എന്തുണ്ട്? 4 കൈകളുണ്ട്, അതുപോലെ ഭഗവാന് പാദമുണ്ട്, എല്ലാ അവയവങ്ങളും. പക്ഷെ വളരെ ചെറിയ രൂപമാണ്. ആൾ വളരെ ചെറിയ കൃഷ്ണനായിട്ട് ഭഗവാൻ അവതരിച്ചു. നേരെ എവിടെ കയറി? ഉത്തരാദേവിയുടെ ഗർഭത്തിനുള്ളിലേക്ക് ഭഗവാൻ കയറി ചെന്നു. എന്നിട്ട് നോക്കിയ സമയത്ത് ആ കുഞ്ഞ് കരിക്കട്ടയായി മാറിയിട്ടുണ്ട്. അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്രത്തിന്റെ താപം കാരണം ആ കുഞ്ഞ് കരിക്കട്ടയായി കിടക്കുക. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ ചെന്ന് ആ ഗർഭസ്ഥ ശിശുവിന്റെ 4 പാടും കുറെ നേരം ഇങ്ങനെ പ്രദക്ഷിണം വെച്ചു. ഭഗവാൻ ആ ഉണ്ണിയെ ഒന്ന് കടാക്ഷിച്ചപ്പോഴേക്ക് മരിച്ചു എന്ന് വിചാരിച്ച ആ ഉണ്ണി മെല്ലെ ജീവനുമായിട്ട് തിരിച്ചു വന്നു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ ആരെ കണ്ടു? തൻ്റെ ചുറ്റുമുണ്ട് ഒരാളിങ്ങനെ പ്രദക്ഷിണം വയ്ക്കുക. ആകെ അത്ര വലിപ്പമാണ്. ഇത്ര വലിപ്പമുള്ള സുന്ദരനായ ഈശ്വരൻ തൻ്റെ ചുറ്റിലും ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കുന്നത് ആര് കണ്ടു? അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ആര് കണ്ടു? പരീക്ഷത്ത് എന്ന കുട്ടി കണ്ടു. അന്ന് പരീക്ഷത്തിനെയും പരീക്ഷത്തിന്റെ അമ്മയായ ഉത്തരാദേവിയെയും ഈ വലിയ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് രക്ഷിച്ചതും ആരാണ്? ഇതേ ഭഗവാനാണ്. ഇപ്പൊ ഭഗവാൻ എവിടെയാ? കുന്തിദേവി ഇങ്ങനെ സ്തുതിക്കുന്ന സമയത്ത് കുന്തിദേവിയുടെ നേരെ മുന്നിലുണ്ട് ഭഗവാൻ. എന്തെങ്കിലും ഭഗവാൻ പറയുന്നുണ്ടോ? ഒന്നും പറയണില്ല. എന്താ കാരണം? നല്ല വിവരമുള്ള ആൾക്കാര് കഴിയുന്നതും മിണ്ടില്ല. ഭഗവാൻ മിണ്ടുകയൊക്കെ ചെയ്യും, പക്ഷേ അത്യാവശ്യമാണെങ്കിലേ ഭഗവാൻ എന്ത് ചെയ്യുള്ളൂ? വായ തുറക്കുള്ളൂ. ഞാനിപ്പോൾ എന്താ അങ്ങനെ വായ തുറക്കാൻ കാരണം? ഇതൊരു അത്യാവശ്യമായതുകൊണ്ടാണ്. ഞാൻ എന്നോട് ഈ കഥയൊക്കെ പറയാൻ പറഞ്ഞാൽ പിന്നെ ഞാൻ പറയണ്ടേ? അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? നാവ് തുടങ്ങാൻ മതി. ഭഗവാൻ എല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. പിന്നെ കുന്തിദേവി ഭഗവാനോട് പറഞ്ഞിരിക്കുക, ആപത്തുകളാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ജീവിതത്തിലെ സമ്പത്തുകളാണ് ആപത്തുകൾ എന്നുറക്കെ പ്രഖ്യാപിച്ച മഹതിയാണ് ആര്? കുന്തിദേവി. നമുക്കൊന്നും അങ്ങനെ തോന്നാറില്ല അല്ലേ? അത് കേട്ടോ, ഭാഗവതത്തിൽ നമ്മൾ ആദ്യമായി കേൾക്കുന്ന ഒരു മഹത്തായ സന്ദേശമാണ്. ആപത്തുകളെല്ലാം ജീവിതത്തിലെ സമ്പത്താണ്. എന്താ കാരണം? എന്താ കുന്തിദേവി അങ്ങനെ പറയാൻ കാരണം? ആപത്ത് വരുമ്പോഴാണല്ലോ നമുക്കൊരു അവസരം കിട്ടുന്നത് അല്ലേ? ആപത്ത് വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? അവസരമാണ്. എന്തിനുള്ള അവസരം? ഭഗവാനെ ഭജിക്കാനുള്ള അവസരമാണ്. വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ആരെയും ഭഗവാനെ ഭജിക്കും? സ്വതവേ ആരും ഭജിക്കും. എന്തെങ്കിലും പ്രയാസങ്ങളോ ദുഃഖങ്ങളോ വരുമ്പോഴാണ് നമ്മൾ ഹൃദയം ചുട്ട് ആരെ വിളിക്കുന്നത്? ഗുരുവായൂരപ്പനെ വിളിക്കുന്നത്. നേരെ മറിച്ച് പ്രയാസങ്ങളൊന്നുമില്ലേ നമ്മൾ വീട്ടിലിരിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് കുന്തിദേവി പറഞ്ഞ ആപത്തുകളൊക്കെ ഭഗവാനെ സ്മരിക്കാനുള്ള അവസരമാണ് എന്നാര് പറയുന്നുണ്ട്? ഈ കുന്തിദേവി പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ആപത്തുകളൊക്കെ വന്നോട്ടെ, നല്ലതാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ച ഒരു സ്ത്രീയെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഭഗവാനോട് പറഞ്ഞു, എനിക്ക് എന്നും അങ്ങയുടെ പാദത്തിൽ ഭക്തി ഉണ്ടാവണം എന്നാണ് കുന്തിദേവി ഭഗവാനോട് പ്രാർത്ഥിച്ചത്. നമ്മളും ഭഗവാനോട് എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഭക്തി ഉണ്ടാവണം എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിങ്ങൾ അകത്ത് പോയിട്ട് എന്താ സുബ്രഹ്മണ്യ സ്വാമിയോട് പറഞ്ഞത്? എനിക്കറിയില്ല എന്താ പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇവിടെ മഹാവിഷ്ണുവിന്റെ ശ്രീകോവിലിന്റെ മുമ്പ് നിങ്ങൾ എന്താ പ്രാർത്ഥിച്ചത്? എനിക്കറിയില്ല. നിങ്ങൾ എന്താ പ്രാർത്ഥിച്ചത്? എനിക്കറിയാം. എന്താ ഭഗവാനെ കാണുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത്? ഭക്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. വേറൊന്നും പ്രാർത്ഥിക്കേണ്ട. കാരണം ഏറ്റവും ബുദ്ധിമുട്ടാണ് എന്തുണ്ടാവാൻ? ഭക്തി ഉണ്ടാകും. ഭഗവാന്റെ പാദത്തിൽ ഭക്തി ഉണ്ടായാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്നാര് പറയുന്നുണ്ട്? കുന്തിദേവി പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഭഗവാൻ എന്ത് ചെയ്തു എന്നല്ലേ? സ്തുതിയൊക്കെ കേട്ടു. സ്തുതിയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഒന്ന് ചിരിച്ചു. ചിരിക്കല്ലാതെ ഭഗവാൻ പ്രത്യേകിച്ച് എന്ത് ചെയ്തില്ല? മറുപടി ഒന്നും പറഞ്ഞില്ല. ഇതാണ് ഭാഗവതത്തിലെ കുന്തി സ്തുതി എന്ന് പറയുന്ന ഭാഗം. കുറേ ശ്ലോകങ്ങളുണ്ട്. ചില ശ്ലോകങ്ങൾ മാത്രമേ ഞാനൊന്ന് അനുസ്മരിച്ചിട്ടുള്ളൂ. ഏതായാലും കുന്തി ദേവിക്ക് ഭഗവാന്റെ അനുഗ്രഹം നല്ലതുപോലെ കിട്ടിയെന്നർത്ഥം. ജീവിതത്തിൽ പ്രയാസങ്ങളും കഷ്ടപ്പാടൊക്കെ ഉണ്ടായിട്ട് കുന്തി എന്ത് ചെയ്തില്ല? ആത്മഹത്യ ചെയ്തിട്ടില്ല. അത് പ്രത്യേകം നിങ്ങൾ ഓർമ്മിക്കണേ.
നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരുണ്ട്, കടം വന്നാൽ ആത്മഹത്യ ചെയ്തു. എന്തിനാ നിങ്ങൾക്ക് കടം വന്നാൽ നിങ്ങൾ എന്തിനാ വെറുതെ കെട്ടിത്തൂങ്ങി ചാവുന്നത്? എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക. നമ്മുടെ നാട്ടിൽ പലപ്പോഴും പത്രത്തിലൊക്കെ വാർത്ത വരും, എന്ത് കടക്കണിയിൽപ്പെട്ടു കർഷകൻ ആത്മഹത്യ ചെയ്തു. വായിക്കാറില്ലേ പത്രത്തിൽ? ഇല്ലേ? അപ്പൊ ഞാൻ പറയാ വിവരം ചെയ്യാനിട്ടാണ്. വിവരമുള്ള ആൾക്കാരൊന്നും എന്ത് ചെയ്യില്ല. വിവരമോ വിവേകമോ ഉള്ള ആരും തന്നെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും എന്ത് ചെയ്യില്ല, ചാവാൻ പോവില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോടും പറയുകയാണ്, നമ്മളുടെ കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് നാട്ടിൽ എന്നും ഉണ്ടാവും പത്രത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും ആത്മഹത്യ ചെയ്ത കഥ. പലതരത്തിലാണ് ആത്മഹത്യ. ചില ആൾക്കാർ മണ്ണെണ്ണ നന്നായിട്ട് അവനവൻ്റെ മേലേക്ക് ഒഴിച്ചിട്ട് തീപ്പെട്ടി ഒഴിക്കും. എന്താ കാരണം? വിവേകം കഴിഞ്ഞിട്ടാണ്. വിവേകമുള്ള ആരെങ്കിലും അവനവൻ്റെ മേലേക്ക് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുകയോ? അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? വിവേകമാണ് വേണ്ടത്. ചില ആൾക്കാരുകളെ കയറെടുത്ത് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും മുകളിൽ കെട്ടിയിട്ട് കെട്ടിത്തൂങ്ങിച്ചാവുന്നവരെ കാണും. അവർക്ക് എന്താ ഇല്ലാത്തത്? വിവേകമില്ല. ചില ആൾക്കാർ എവിടെന്നെങ്കിലുമൊക്കെ ഈ മരുന്നൊക്കെ വാങ്ങിക്കൊണ്ട്, എന്തെങ്കിലും മാരകമായ കീടനാശിനിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അത് ഭക്ഷണത്തിൽ ചേർത്ത് കുടുംബക്കാർക്ക് മുഴുവൻ കൊടുക്കും. എല്ലാവർക്കും കൂടി ഇന്ന് ഊണ് കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ ആൾക്കാർക്കൊക്കെ ഭക്ഷണത്തിൽ വിഷം കൊടുത്തിട്ട് അവനവനും കൂടെ ഇരുന്ന് കഴിച്ചു മരിക്കുന്ന ആൾക്കാരുടെ വാർത്ത വായിക്കാറില്ലേ? അവർക്കൊന്നും എന്തില്ല, എന്താ ഇല്ലാത്ര? അവർക്ക് വിവരവുമില്ല, വിവേകവുമില്ല. എന്തിനാ പോയി ചാവുന്നത്? നിങ്ങൾക്ക് എന്ത് പ്രശ്നം ജീവിതത്തിൽ വന്നാലും എന്തിനു പോകരുത്? ചാവാൻ പോകരുത് കേട്ടോ. ഞാൻ നിങ്ങളോടാണ് പറയണത്. ഈ പ്രദേശത്തൊന്നും ഇനി ആരും എന്തിനു പോകരുത്? മരിക്കാൻ പോകണ്ട. ഇപ്പൊ പൈസ കുറെ പോയി വരിക. അപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു 12 ലക്ഷം ഉറുപ്പിയുണ്ട്, അതൊക്കെ പോയി. ഈ 12 ലക്ഷം അല്ലെങ്കിൽ 16 ലക്ഷം അല്ല എത്ര പോയാലും നിങ്ങളെന്തിനാ ചാവാൻ പോകണതെന്ന് ഇതെനിക്ക് മനസ്സിലാവണില്ല. എന്തിനാ ചാവാൻ പോണത്? ചില കൃഷിക്കാരുണ്ട്, കൃഷിയൊക്കെ നശിച്ചു എന്ന് പറഞ്ഞ് ചാവാൻ പോകും. വിവരം കഴിഞ്ഞിട്ടാണ്. കൃഷി നശിച്ചാൽ നിങ്ങളെന്തിനാ ചാവാൻ പോണത്? ഈ നാട്ടിൽ നിങ്ങളെ സ്നേഹിക്കാൻ എത്ര മനുഷ്യന്മാരുണ്ടല്ലേ? 500 കോടിയല്ല 800 കോടിയിലധികം ആൾക്കാർ ഇന്ന് ലോകത്ത് ജീവിക്കുന്നുണ്ട്. ധാരാളം സ്നേഹിക്കാൻ അറിയുന്ന ആൾക്കാർ അതിലുണ്ട്. നിങ്ങളെ അവരൊക്കെ സഹായിക്കില്ലേ? അവരൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരല്ലേ? നിങ്ങളെന്തിനാ ചാവാൻ പോണത്? അപ്പൊ നമ്മുടെ കുടുംബക്കാരോട് ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നു, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും മരിക്കാൻ പോകും. ചില കുട്ടികളുണ്ട്, പരീക്ഷയിലൊക്കെ തൊട്ടാൽ എന്താ ചെയ്യുക? 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്കോ തോറ്റുപോയി എന്നും പറഞ്ഞ് മരിച്ച കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. 10ാം ക്ലാസ്സിലെ പരീക്ഷ അത്ര വലിയ പരീക്ഷയൊന്നുമല്ല. ഒരു സാധാരണ ഒരു ലോക്കൽ പരീക്ഷയാണ്. ഏത്? 10ാം ക്ലാസ്സിലെ പരീക്ഷ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച അധ്യാപകനാണ്. അതുകൊണ്ട് വെറുതെ പറയണതല്ല. എത്രയോ കാലം 8, 9, 10 ക്ലാസ്സിലുള്ളൊക്കെ കുട്ടികളെ ഗണിതശാസ്ത്രം പഠിപ്പിച്ച ഒരു അധ്യാപകൻ കൂടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഗുരു ആചാര്യനല്ല. 10ാം ക്ലാസ്സിലെ പരീക്ഷ എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള നിസ്സാരമായ ഒരു സാധാരണ പരീക്ഷയാണ്. അതിൽ തോറ്റുകഴിഞ്ഞാൽ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ പോവില്ല. അതിൽ ജയിച്ചാലും ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ പോവില്ല. അതുകൊണ്ട് അതിൽ തോറ്റു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണ്ട? എത്ര കുട്ടികളാണ് മരിക്കാറുള്ളതല്ലേ? അവ രക്ഷിതാക്കളും അധ്യാപകരും പറഞ്ഞു കൊടുക്കണം, പരീക്ഷ നീ എഴുതിക്കോ, നീ തോറ്റാലും വിരോധമില്ല, ജയിച്ചാലും വിരോധമില്ല, ഒന്നും ഇവിടെ സംഭവിക്കാം. അതാ പറഞ്ഞു കൊടുക്കേണ്ട കുട്ടിക്ക്. പരീക്ഷ എഴുതുന്ന കുട്ടിയോട് എന്താ പറയേണ്ടത്? തോറ്റാലും വിരോധമില്ല, ജയിച്ചാലും വിരോധമില്ല. തോറ്റാലെന്താ? തോറ്റാലൊന്നുമില്ല, ജയിച്ചാലെന്താ? ജയിച്ചാലും ഒന്നുമില്ല. അപ്പൊ ആ പരീക്ഷയിൽ തോറ്റു എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യണ്ട? കുട്ടി എന്ത് ചെയ്യണ്ട? ചാവാൻ. അത് കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം. അത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, വേണ്ടേ? അതത്ര വലിയ പരീക്ഷയൊന്നുമല്ല. അത് സാധാരണ പരീക്ഷ. അങ്ങനെ എത്ര പരീക്ഷകളുണ്ട്. ജീവിതം മുഴുവൻ ഒരു പരീക്ഷയല്ലേ? തോറ്റ എത്ര ആൾക്കാർ ഈ ഭൂമിയിൽ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. പരീക്ഷകൾ തോൽക്കുക എന്നുള്ളത് ഒരു മോശമായ കാര്യമല്ല. എല്ലാ പരീക്ഷയിലും തോറ്റു. അപ്പം എന്താ കുഴപ്പം? എഴുതുന്ന പരീക്ഷകളൊക്കെ തോറ്റുപോയി, എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. പരീക്ഷയിൽ തോറ്റാൽ പഠിക്കാൻ പറ്റുന്ന കുട്ടി പഠിക്കട്ടെ. പഠിക്കാൻ പറ്റുന്ന കുട്ടിക്കല്ലേ പഠിച്ച് ജയിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവരോ? പരീക്ഷ എഴുതിയാൽ ഒന്നുകിൽ ജയിക്കും, അല്ലെങ്കിൽ തോൽക്കും. വേറെ സംഭവിക്കുമോ? ആകാശം ഇടിഞ്ഞു വീഴുമോ? ഉണ്ടോ? ഇന്നേ അവരൊരു ആകാശം ഇടിഞ്ഞു വീണിട്ടില്ല ഒരു കുട്ടി പരീക്ഷയിൽ തോറ്റിട്ട്. പരീക്ഷ എഴുതിയാൽ ഒന്നുകിൽ ജയിക്കും, അല്ലെങ്കിൽ തോൽക്കും. രണ്ടിനും ഒരേപോലെ സ്വീകരിക്കാനുള്ള മനസ്സാണ് വേണം.
പണം ചിലപ്പോൾ വരും, പണം ചിലപ്പം പോകും. ചിലപ്പോൾ 10 ലക്ഷം രൂപ കിട്ടും, അപ്പോൾ തുള്ളിച്ചോണ്ടൊന്നും വേണ്ട. ചിലപ്പോൾ 10 ലക്ഷം രൂപ പോവും, പോയിക്കോട്ടെ. 10 ലക്ഷം രൂപ പോയാൽ എന്താ കുഴപ്പം? നമുക്ക് നാളെയും പൈസ ഉണ്ടാക്കിക്കൂടെ? ജീവിച്ചിരുന്നാളെ നാളെ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 10 ലക്ഷം റുപ്യ ഉണ്ടാക്കാൻ അന്നത്തെ കാലത്ത് ഒരു കൊല്ലം കൂടി വേണ്ട. എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ പറഞ്ഞുതരാം വഴിയൊക്കെ. അഴിമതി ചെയ്യണ്ട, ആരെയും കൊല്ലണ്ട, വേണ്ടാത്ത ഒന്നും ചെയ്യണ്ട. 10 ലക്ഷം റുപ്യ ഉണ്ടാക്കി ഒരു പണിയില്ല. എൻ്റെ അടുത്തൊന്നും ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ പറയുന്നത്, പണം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആത്മഹത്യ ചെയ്യരുത്. ഇതൊക്കെ നിങ്ങൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കണേ. ചില ആൾക്കാർക്ക് പ്രവണതയുണ്ട് ആത്മഹത്യ ചെയ്യാൻ. അവരിടയ്ക്കിടയ്ക്ക് പറയും, ഞാൻ ചത്ത് കളയിട്ടോ, ഇതേ വെറുതെ അതും ഇതൊക്കെ പറയണ്ടേ, ജ്ഞാനം കൂടി ചാവും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അവരോടുള്ള ചാവാനുള്ള ഒരു എന്താ പറയുക, ഒരു സ്വഭാവമുണ്ട് അല്ലേ? അങ്ങനെയുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും അങ്ങനെയുള്ളവരെ ഒറ്റയ്ക്കിടാൻ പാടില്ല. ഒറ്റയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ അവർ പോയിട്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ കൈയൊക്കെ മുറിച്ച് ചത്തുകളയും. അപ്പം ഇങ്ങനെ ആത്മഹത്യാ പ്രവണതയുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാവും. അവരിടയ്ക്കിടയ്ക്ക് ഞാൻ പറയും, ചത്തുകളെന്നൊക്കെ പറയും. അത് ശ്രദ്ധിച്ചാൽ മതി. അവരൊറ്റയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യും? പറഞ്ഞാൽ മതി, പോയി ചത്തുകളയും. ചാവാൻ വലിയ പണിയൊന്നും ഇല്ലല്ലോ അല്ലേ? അവിടെ ശ്രദ്ധിക്കുക. ആ പ്രവണതയുള്ളവരെ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കാക്കി പോകാൻ പാടില്ല. ആൾക്കാരൊക്കെ കൂടെ ഉണ്ടാവുന്ന അങ്ങനെ ചാവാനും പറ്റും. ഏതായാലും ഭാഗവതം നമ്മളോട് പറയുന്നു, ആത്മഹത്യ ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. പിന്നെ എന്താ വേണ്ടത്? കുന്തിദേവിയെ പോലെ ജീവിതം എന്ന് പറഞ്ഞാൽ കുറേ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? നേരിടണം. പണ്ട് വിവേകാനന്ദ സ്വാമിജി ഒരു കഥ കേട്ടില്ലേ? വിവേകാനന്ദൻ അങ്ങനെ പോണ സമയത്ത് കുറെ കുരങ്ങന്മാരിങ്ങനെ വരികയാണ്. കുരങ്ങന്മാർ ഒന്നായിട്ട് കൂടി വരികയാണ്, ഒന്നും രണ്ടെന്നല്ല, കുറേ എണ്ണം. അപ്പോൾ വിവേകാനന്ദൻ എന്ത് ചെയ്തു? ഓടിയായി കുരങ്ങന്മാരെന്താ ചെയ്യുക? പിന്നാലെ ഓടല്ലേ? കുരങ്ങന്മാരൊക്കെ പിന്നാലെ ഓടി വരിക. കുട്ടി പിന്നെയും ഓടി. അപ്പോൾ വഴിയിൽ നിന്ന് ആരോ ഒരാൾ വിളിച്ചു പറഞ്ഞു, നീ ഇങ്ങനെ ഓടണ്ട, നേരിട്ട് നിന്ന് നീ ഒരൊച്ച ഉണ്ടാക്കാൻ പറ്റും. ആരോ വഴിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞതാ. അപ്പോൾ നരേന്ദ്രൻ എന്ത് ചെയ്തു? കുരങ്ങന്മാരെ അങ്ങോട്ട് തിരിഞ്ഞു വന്ന് ശക്തിയോടെ ചില ആക്ഷനും ചില ഒച്ചയൊക്കെ ഉണ്ടാക്കിയപ്പോൾ ആ കുരങ്ങന്മാരൊക്കെ ഓടിപ്പോയി. അത്രയും ഉണ്ട്. ഈ കുരങ്ങന്മാർ ഓടി വരുന്ന പോലെ ഉണ്ട് ജീവിതത്തിലെ പ്രശ്നം. നമ്മളത് നേരിടണമെന്ന്. നമ്മളതിനെ സമർത്ഥമായി ബുദ്ധിപൂർവം നേരിടുമ്പോൾ എത്ര വലിയ പ്രശ്നങ്ങളും നമ്മളൊന്ന് ഒഴിഞ്ഞു പോയിക്കോളും. എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ധൈര്യമായിട്ടിരിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ ആത്മഹത്യ ചെയ്യരുത് എന്നുള്ള വലിയൊരു പാഠം പഠിച്ചല്ലോ അല്ലേ? ഈ പാഠം ഞങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. നമ്മളുടെ കാണുന്ന വളരെ മോശമായൊരു പ്രവണതയാണ് മരിക്കുക എന്നത്. പിന്നെ അടുത്ത ഒരു കഥ പറഞ്ഞത് ഭീഷ്മരുടെ കഥയാണ്. അപ്പോൾ ആ കഥയും കൂടി കേൾപ്പോൾ കുന്തിദേവിയുടെ കഥയാണ്. ഭീഷ്മരുടെ കഥ എന്തായിരുന്നു? ഭീഷ്മര് മഹാഭാരതത്തിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഭീഷ്മര്. ആ ഭീഷ്മർക്ക് ഭഗവാൻ അവസാന കാലത്ത് കിടക്കാൻ നല്ലൊരു കിടക്ക കൊടുത്തു. ഉന്നം നിറച്ച കിടക്കൊന്നും അല്ല കേട്ടോ. ഈ പഴയ ആൾക്കാരൊക്കെ ഉന്നം നിറച്ച കിടക്കയിലാണ് കിടക്കുക. ഇപ്പോൾ ആൾക്കാർ അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്ന പലതരം കിടക്കകളിലൊക്കെ കിടക്കും. ഭീഷ്മർക്ക് അവസാന കാലത്ത് ഭഗവാൻ കൊടുത്തത് ഈ മാതിരി കിടക്കൊന്നുമല്ല, പിന്നെയോ അമ്പുകളെ കൊണ്ടുണ്ടാക്കിയ ഒരു കിടക്ക. എങ്ങനെ ഉണ്ടാവും കിടക്കാൻ? ആ കിടക്ക ഉണ്ടാക്കിയത് അമ്പുകളെ കൊണ്ടാണ്. അതെങ്ങനെയാ അമ്പുകളെ കൊണ്ട് കിടക്ക ഉണ്ടാക്കുക? ഭാരതയുദ്ധം നടക്കുമ്പോൾ അർജുനനും ഭീഷ്മരും കൂടി ഇങ്ങനെ യുദ്ധം നടക്കുക. യുദ്ധം നടക്കുമ്പോൾ അമ്പുകൾ അങ്ങനെ തുളഞ്ഞ് എവിടെ കയറി? ഭീഷ്മരുടെ ശരീരം മുഴുവൻ അമ്പുകൾ തുളഞ്ഞങ്ങോട്ട് കയറണം. കയ്യിൻ്റെ ഉള്ളിൽ കൂടെ അമ്പ് വന്നാൽ തുളഞ്ഞങ്ങോട്ട് കയറും. ആ അമ്പ് കയ്യിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ കുറേ അമ്പുകൾ ഈ കയ്യിൽ, കുറേ അമ്പുകൾ ഈ കയ്യിൽ, കുറേ അമ്പുകൾ വയറിനുള്ളിൽ കൂടെ കയറിപ്പോയിട്ടുണ്ടാവില്ലേ? കാൽമ്പ് കൂടെ കയറിപ്പോയിട്ടുണ്ടാവില്ലേ? അവസാന അമ്പുകളോടുകൂടി, ശരീരത്തിൽ തറച്ച അമ്പുകളോടുകൂടി ഭീഷ്മരവിടെ വീഴുകയാണ്. അതാണ് ഭീഷ്മരുടെ പതനം. അങ്ങനെ ഭീഷ്മര് വീണിട്ട് എവിടെയാണ് കിടക്കുന്നത്? അമ്പിൻ്റെ മുള്ള കിടക്കുന്നത്. അതിനാണ് ശരശയ്യ എന്ന് പറയും. ശയ്യ എന്ന് പറഞ്ഞാൽ കിടക്ക, ശരശയ്യ പറഞ്ഞാൽ ശരങ്ങളെ കൊണ്ടുള്ള ഒരു കിടക്കയിലാണ് ഭീഷ്മര് കിടന്നത്. ഭാരതയുദ്ധമൊക്കെ കഴിഞ്ഞു. 18 ദിവസമായിരുന്നു ഭാരതയുദ്ധം. ഭീഷ്മര് വിചാരിച്ചു നല്ല കാലം മരിച്ചിട്ടില്ല, നല്ല കാലം വന്നിട്ട് മരിക്കാം എന്നാര് വിചാരിച്ചു? ഭീഷ്മര് വിചാരിച്ചു. ഏതായി നല്ല കാലം? ഉത്തരായണ കാലം നല്ല കാലമാണത്ര. അപ്പം അദ്ദേഹം വീണത് ദക്ഷിണായന കാലത്ത്. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഉത്തരായണം വരും. ഉത്തരായണം വന്നിട്ട് മരിക്കുകയാണ് നല്ലത് എന്ന് ഭീഷ്മർക്ക് തോന്നി. അദ്ദേഹത്തിനൊരു വരമുണ്ടായിരുന്നു. അദ്ദേഹം സ്വച്ഛന്ത മൃത്യുവാണ്.
ഭീഷ്മർ എപ്പോഴാണോ വിചാരിക്കുന്നത് ആ സമയത്ത് മാത്രമേ ആര് മരിക്കുള്ളൂ? ഭീഷ്മർ മരിക്കുള്ളൂ. അപ്പൊ ഭീഷ്മർ വിചാരിച്ചു ഉത്തരായണം വന്നിട്ട് മരിക്കാം. ഉത്തരായണ കാലവും പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഈ ശരശയ്യയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ചുറ്റും ആൾക്കാർ വരും. ആരാ വരിക? ഈ ശവം തിന്നുന്ന ഒരുപാട് ജീവികളുണ്ട്. ശവന്തീനി എന്നാണ് പറയും. കാരണം ഇഷ്ടംപോലെ ശവങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും. എല്ലാ ഭാഗത്തും യുദ്ധം കഴിയുമ്പോൾ എന്താ അവിടെ ഉണ്ടാവുക? ഇഷ്ടംപോലെ ശവങ്ങളുണ്ടാവും, ചോരയൊക്കെ ഉണ്ടാവും. ഈ ശവം തിന്നാൻ വേണ്ടി ശവന്തീനികളായ ജീവികളൊക്കെ ചുറ്റും ഇങ്ങനെ ഓടി ഓടി നടക്കുന്നുണ്ട്. ചിലതൊക്കെ പറന്നു വരും, ചില പക്ഷികളൊക്കെ ശവം തിന്നാൻ വേണ്ടി. ആ കാഴ്ചകളൊക്കെയാണ് ആർക്ക് കാണാനുള്ളത്? ഭീഷ്മർക്ക് കാണാനുള്ളത്. ഭീഷ്മർ അവിടെ ഇങ്ങനെ കടന്നുകൊണ്ട് തന്നെ ആലോചിക്കുകയാണ്, അതല്ല, എൻ്റെ കൂടെ യുദ്ധം ചെയ്ത ഒരുപാട് പേര് പാർത്ഥസാരഥിയായ ഭഗവാനെ കണ്ടുകൊണ്ടാണ് കണ്ണടച്ചത്. അവർക്കൊക്കെ മോക്ഷം കിട്ടിയിട്ടുണ്ടാവില്ലേ? ഞാൻ മാത്രം ഇങ്ങനെ ഉത്തരായണം വരട്ടെ എന്ന് വിചാരിച്ചു ഇങ്ങനെ മരിക്കാണ്ട് കിടക്കുകയാണ്. എനിക്ക് ഭഗവാനെ കാണാൻ സാധിക്കുമോ? ഭഗവാനെ കാണണം എന്ന് ആർക്ക് തോന്നി? കഥ ശ്രദ്ധിച്ചു കിടക്കണേ. ഭഗവാനെ കാണണം എന്ന് ആർക്ക് തോന്നി? ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മർക്ക് തോന്നി, എനിക്ക് ഭഗവാനെ കാണണം. ഭഗവാനെ കാണണം. നിങ്ങളെല്ലാവരുടെയും മനസ്സിനുള്ളിൽ എന്തുണ്ടാവണം? ഒരാശയുണ്ടാവണം. അത് ഒന്നാമത്തെ ദിവസം ഉണ്ടാവണം എന്നാ പറയും. സപ്താഹത്തിൽ ഒന്നാമത്തെ ദിവസം അവിടെ പങ്കെടുക്കുന്ന മുഴുവൻ ശ്രോതാക്കളുടെയും മനസ്സിൽ ഒരാശയുണ്ടാവണം. എന്താ? ഭഗവാനെ എനിക്കൊന്ന് പ്രത്യക്ഷമായിട്ട് സാക്ഷാത്കരിക്കണം എന്നൊരാശയുണ്ടാവും. ആശ ഉണ്ടായാലേ നടക്കുള്ളൂ. ഭീഷ്മർക്ക് തോന്നി ഭഗവാനെ കാണണം. ഭീഷ്മർക്ക് ഭഗവാനെ കാണണമെന്ന് തോന്നിയപ്പോൾ ഭഗവാനും തോന്നി ആരെ കാണണമെന്ന്? ഭീഷ്മരെ കാണണം തോന്നി. അപ്പൊ ഭഗവാൻ വിചാരിച്ചു ചെയ്താലും ഭീഷ്മരെ പോയിട്ട് കാണാം. ഭഗവാൻ പിന്നെ സ്വതവേ ഒറ്റയ്ക്ക് പോകാറില്ലാത്ത, എവിടെ പോകുമ്പോഴും ഭഗവാന്റെ കൂടെ ആരുണ്ടാവും? ഇഷ്ടംപോലെ ഭക്തന്മാരുണ്ട്. അപ്പോൾ ഭഗവാന്റെ കൂടെ പാണ്ഡവന്മാരെല്ലാവരും ഉണ്ട്, അനേകം മുനിമാരുണ്ട്. എല്ലാവരെയും കൂട്ടിയിട്ടാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്? നേരെ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരെ ചെന്ന് കണ്ടു. അവിടെ ചെന്ന സമയത്ത് ഇവിടെ പറയുന്നുണ്ട് ഭാഗവതത്തില്, ദേവലോകത്തുനിന്ന് വീണ് കിടക്കുന്ന ഒരു ദേവനെ പോലെ ഉണ്ടത്ര. ആരെ കണ്ടാൽ? അങ്ങനെയാ പറഞ്ഞത്. ദേവലോകത്ത് ചിലപ്പോൾ ദേവന്മാരൊക്കെ വീണ് പോവില്ലേ? വീണ് പോവാം. ഇപ്പൊ ഭീഷ്മരുടെ കിടപ്പ് കണ്ടാൽ എന്താ തോന്നുക? ദേവലോകത്തുനിന്ന് ഏതോ ഒരു ദേവൻ വന്ന് വീണ് കിടക്കുന്നത് പോലെ ഉണ്ടത്ര. എല്ലാവരും ഭീഷ്മരുടെ ചുറ്റും വന്നിരുന്നു. ഭീഷ്മരെല്ലാവരെയും കണ്ടു. ഭീഷ്മർ എന്ത് ചെയ്തു? മനസ്സുകൊണ്ട് എല്ലാവരെയും ഒന്ന് പൂജിച്ചു. ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിച്ചു. എങ്ങനെ? മനസ്സുകൊണ്ട് പൂജിച്ചു. അല്ലാണ്ട് അവിടെ പൂജ കഴിക്കാൻ സാധനങ്ങളൊന്നുമില്ല. അപ്പൊ മനസ്സുകൊണ്ടാണ് ഭഗവാനെ പൂജിച്ചു. അത് കഴിഞ്ഞ് പാണ്ഡവന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ നിങ്ങൾ അനുഭവിച്ചു. ഈ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കാൻ കാരണം എന്താണ്? കാലമാണ് കാരണം. സർവം കാലകൃതം തന്നെ. കാലം നമുക്ക് ചിലപ്പോൾ എന്ത് തരും? ദുഃഖം തരും. കാലം ചിലപ്പോൾ നമുക്ക് എന്ത് തരും? സുഖം തരും. പണ്ട് നമ്മുടെ നാട്ടിൽ പ്രളയം ഉണ്ടായത് അറിഞ്ഞിട്ടില്ലേ? അല്ലേ? ആ കാലത്തൊരു പ്രളയമുണ്ട്. അത് കാലം തന്ന ഒരു ദുരിതമായിരുന്നു. ഏത്? പ്രളയം. ഇപ്പൊ പ്രളയം ഉണ്ടോ? ഇപ്പൊ പ്രളയം ഇപ്പൊ എന്താ ഉള്ളത്? ഇപ്പൊ ചൂട് തന്നെ കൂടി കൂടി വരികയാണല്ലേ. അതിപ്പോ നമ്മൾ അനുഭവിക്കുന്നത് ദുഃഖമാണ്. കാലമാണ് നമുക്ക് എന്ത് തരുന്നത്? ദുഃഖങ്ങൾ തരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒന്നും ചെയ്യാനൊന്നുമില്ല. അത് കാലത്തിന്റെ ഒരു സ്വഭാവമാണെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ജീവിച്ചാണ്. ഏതായാലും നിങ്ങളുടെ ജീവിതത്തിലെ ഈ ദുഃഖങ്ങൾക്കൊക്കെ കാരണം കാലമാണ്. പക്ഷെ ശ്രീകൃഷ്ണ ഭഗവാൻ ആരാണ്? കാലസ്വരൂപിയാണ്. കാലത്തിന് ശരിക്കും രൂപമില്ല. ഉണ്ടോ? നമ്മളോട് കാലത്തിന്റെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ എങ്ങനെയാ വരയ്ക്കുക? ഇപ്പൊ കുറേ കുട്ടികളെ ഇപ്പോൾ പറയണ ശ്രദ്ധിച്ചു കേൾക്കണേ. കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നതൊക്കെ അങ്ങോട്ട് കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ തലയാട്ടും. നല്ലയ്ക്ക് മനസ്സിലാവും. തല നല്ലോണം ആട്ടും. ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ? തലയാട്ടാ അറിയില്ല. ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ആ, കയ്യൊക്കെ പൊന്നു കേൾക്കുന്നുണ്ട്. അപ്പൊ ഇത് എന്തിനങ്ങനെ കേൾക്കുന്നത്? ഭഗവാന്റെ കഥ വെറുതെ കേട്ടിരുന്നാൽ നമുക്ക് എന്തുണ്ടായിത്തീരും? ഭക്തി ഉണ്ടാവും. ഭക്തി ഉണ്ടാവാൻ വേറെ എളുപ്പപ്പണിയൊന്നുമില്ല. ഏറ്റവും എളുപ്പപ്പണി എന്താ? കഥ കേട്ട് അമ്പലത്തിൽ പോയാൽ ഭക്തിയൊന്നും ഉണ്ടാവില്ല. അമ്പലത്തിൽ കുറേ ദിവസം പോയി കുറേ പ്രദർശനം പോയി, അതുകൊണ്ടൊന്നും ഭക്തി ഉണ്ടാവും. ഭക്തി ഉണ്ടാവാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഭാഗവതം കേൾക്കുക. ഭാഗവതം കേട്ടാൽ നമുക്ക് നല്ല ഭക്തിയുണ്ട്.
ഭഗവാനോട് നല്ല ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ലാഭം. അല്ലാണ്ട് പണം ഉണ്ടാക്കലല്ല എന്നർത്ഥം. ആൾക്കാരുടെ വിചാരം എന്താണെന്നറിയോ, നല്ലോണം പഠിക്കുക, എന്നിട്ട് ഇന്ത്യ മഹാരാജ്യമൊക്കെ വിട്ട് പുറത്തെവിടെങ്കിലും പോവുക. എന്നിട്ട് ഇഷ്ടം പോലെ അമേരിക്കയിലൊക്കെ പോയാൽ അവിടെ രൂപയല്ല കിട്ടുക. എന്താ കിട്ടുക? അമേരിക്കയിൽ രൂപ ഇല്ലല്ലോ. എന്താ അവിടെ കിട്ടുക? ഡോളറാണ് കിട്ടുക. അപ്പം നമ്മുടെ കുട്ടികൾ ഒരുപാട് പേര് എവിടേക്ക് പോയിട്ടുണ്ട്, അമേരിക്കയിൽ പോയിട്ടുണ്ട്. എന്നാൽ അവിടെ അങ്ങനെ ഡോളർ ഇങ്ങനെ വാങ്ങി 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 കൂട്ടുകയാണ്. വല്ല കാര്യമുണ്ടോ? വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. മിക്കവാറും രക്ഷിതാക്കൾ കുട്ടികളോട് എന്താ പറയണമെന്നറിയോ? നല്ലോണം പഠിച്ചോ, നല്ല ജോലി കിട്ടും, മാസം 2 ലക്ഷമോ 3 ലക്ഷമൊക്കെ വരുമാനമുള്ള ജോലി തേടി പോയിക്കോ എന്ന് പറഞ്ഞ് പണമുണ്ടാക്കാനാണ് രക്ഷിതാക്കളും അധ്യാപകരൊക്കെ ആരെ പഠിപ്പിക്കുന്നത്? കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. പണമുണ്ടാക്കുകയല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം. പണവും ജീവിതമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അത് ആധ്യാത്മികതയുമായിട്ടൊരു ബന്ധമില്ലാത്തൊരു സാധനമല്ലേ? ആണോ? പണത്തിന് ആധ്യാത്മികതയുമായി യാതൊരു ബന്ധവും ഇല്ല. ആധ്യാത്മികതയിൽ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല? 5 പൈസയുടെ ആവശ്യമില്ലാത്തൊരു പരിപാടിയാണ് എന്ത് ആധ്യാത്മികത. ആധ്യാത്മികതയിൽ എവിടെയും പണത്തിൻ്റെ ആവശ്യമില്ല. ആധ്യാത്മിക ജീവിയായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ 5 പൈസ പോലും നിങ്ങൾ ചെലവഴിക്കണ്ട. മനസ്സിലാവുണ്ടോ പറയണത്? പക്ഷെ ആൾക്കാരുടെ വിചാരം എന്താണ്? ആൾക്കാരുടെ വിചാരം ആധ്യാത്മികതയ്ക്കും പണം വേണം എന്നാണല്ലേ. 1 രൂപ പോലും ചെലവില്ല. എന്തിന്? ആധ്യാത്മിക ജീവിതം നയിക്കാൻ 1 രൂപ പോലും ചെലവാക്കണ്ട. അതുകൊണ്ട് പണമുണ്ടാക്കലല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് എല്ലാ രക്ഷിതാക്കളും എല്ലാ അധ്യാപകരും എല്ലാ പ്രൊഫസർമാരും ആർക്ക് പഠിപ്പിച്ചു കൊടുക്കണം? കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? പണം അത്ര വലിയ കാര്യമാണോ? അല്ല. ജീവിക്കാൻ പണം വേണം, പക്ഷെ പണമല്ല ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ആരും പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് ആൾക്കാരൊക്കെ പണം ഉണ്ടാക്കാൻ നോക്കുക. കൊന്നിട്ട് പണം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല? ആരെങ്കിലുമൊക്കെ വഴിക്കൽ പോണ സമയത്ത് ആരെങ്കിലും മെസ്സേജ് കൊടുക്കും, ആ പോണ ആളുടെ കയ്യിൽ ഒരു സൂട്ട് കേസ് ഉണ്ട്, ആ സൂട്ട് കേസ് നിറച്ച് പണം. ഇതൊക്കെ ഇവിടുന്ന് വിവരം കിട്ടുകയാണ്. വിവരം കിട്ടിയ ഇവരെങ്ങനെയെങ്കിലും 2 വീലറിലോ എങ്ങനെയെങ്കിലുമൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും? ആ പണവും കൊണ്ട് പോകുന്ന ആളെ കൊല്ലുകയാണ്. എന്തിനാ കൊല്ലണത്? ആ സൂട്ട് കേസിലെ പണം എടുക്കാൻ. അതിൻ്റെ അർത്ഥം എന്താ? ആ മനുഷ്യൻ്റെ ജീവനേക്കാൾ വലുതാണ് പണം എന്നല്ലേ എൻ്റെ അർത്ഥം? ജീവനാണോ വലുത്, പണമാണോ വലുത്? ഏതാ വലുത്? നിങ്ങൾ അഭിപ്രായമൊന്നുമില്ല? നിങ്ങൾ അഭിപ്രായമൊന്നും പറയില്ല എന്നോട്. ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്. ജീവനാണോ വലുത്, പണമാണോ വലുത്? ജീവനാണ് വലുത്. എത്ര പണം കൊടുത്താലും നമുക്ക് ജീവൻ ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് പണം കിട്ടുക എന്നുള്ളതല്ല ജീവിതത്തിലെ ലക്ഷ്യം. ആണോ? ഈ ചില ആൾക്കാർ കണ്ടില്ലേ, മുക്കണ ആൾക്കാരെ കണ്ടില്ലേ നിങ്ങൾ? മുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അറിയാം അല്ലേ? എന്താ മുക്കിയുണ്ടോ? എന്താ ചിരിക്കണത്? മുക്കിയുണ്ട്. ഒരിക്കലും മുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ? നിങ്ങളെ ഒരു കാര്യത്തിന് വേണ്ടി 10,000 രൂപ ഏൽപ്പിച്ചു ഒരാൾ. നിങ്ങളെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി എത്ര രൂപ കയ്യിൽ തന്നു? നിങ്ങളുടെ കയ്യിൽ ക്യാഷായിട്ട് തന്നു. 10,000 രൂപ തന്നു. നിങ്ങളോട് എൻ്റെ ആവശ്യത്തിനാണ് ചെലവാക്കിക്കോളാൻ പറഞ്ഞു. അയാൾ പോയി. അപ്പം നിങ്ങൾ ആലോചിക്കുക, 10,000 രൂപയല്ലേ കയ്യിൽ കിട്ടിയത്? ഈ പറഞ്ഞ കാര്യം ഞാൻ എന്ത് ചെയ്യാം? ഒരു 5,000 ഉറുപ്പിക്ക് ചെയ്യാം. ഇയാൾ പറഞ്ഞ് ഏൽപ്പിച്ച കാര്യം ഞാൻ എന്ത് ചെയ്യും? ഒരു 5,000 ഉറുപ്പിക്ക് ചെയ്തു. എന്നിട്ടോ ബാക്കി 5,000 എന്ത് ചെയ്തു? മുക്കി. അത് തന്നെ. അതിനാണ് ഈ മുക്കുക എന്ന് പറയാ. ചെയ്യാൻ പാടുണ്ടോ? എന്താ അഭിപ്രായം? ചെയ്യാൻ പാടുണ്ടോ? അതാണ് പണ്ട് മലയാളി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ശർക്കരക്കുടത്തിൽ കൈയിട്ട നക്കുവത്ര. ഞാൻ ഇന്നേ വരെ ശർക്കരക്കുടത്തിൽ കൈയിട്ട് നോക്കിയില്ല. പക്ഷെ ആലോചിച്ചാൽ അറിയാം, ശർക്കരയുടെ ഒരു കുടം അതിനകത്ത് കൈയിട്ടാൽ എന്താ ചെയ്യാം? ശർക്കരയല്ലേ, നമ്മളൊന്നും നക്കില്ലേ എന്ന്. ഇതുപോലെ പണം നിങ്ങളൊരാളെ ഏൽപ്പിച്ചാൽ അവൻ ആ പണം എന്ത് ചെയ്യും? പറഞ്ഞോളൂ ഗുരുവായൂരപ്പ. പണം ഒരാളെ ഏൽപ്പിച്ചാൽ അവൻ എന്ത് ചെയ്യും? മുക്കും. അങ്ങനെ പണം മുക്കുന്ന ആൾക്കാർ കേരളത്തിൽ എത്രയുണ്ട് അറിയോ? എന്താ മിണ്ടാണ്ടിരിക്കണത്? കേരളത്തിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പണം മുക്കുന്നവര്.
ആയിരങ്ങൾ മുക്കുന്നവര്, പതിനായിരങ്ങൾ മുക്കുന്നവര്, ലക്ഷങ്ങൾ മുക്കുന്നവര്, കോടികൾ മുക്കുന്നവര് ഇഷ്ടം പോലെ ഉണ്ട്. വെറുതെ അല്ലേ നാട് എങ്ങനെയായിപ്പോയത്? ഇന്ന് കോടി മുക്കിയ വെച്ചാൽ എന്താ? കോടി മുണ്ട് വെള്ളത്തിലിട്ട് മുക്കല്ല, കോടി മുണ്ട് വെള്ളത്തിൽ മുക്കല്ല. ഇന്ന് കോടികൾ മുക്കിയവൻ എവിടെയുണ്ട്? നമ്മളെ നാട്ടിലുണ്ട് ഇന്ന്. അങ്ങനെ തിരുമേനിക്ക് അത് മനസ്സിലാക്കാൻ അത്ര വലിയ ബുദ്ധി ഒന്നും വേണ്ട. ഇവിടെ ഇന്നെല്ലാം മനസ്സിലാവും. ന്യൂസൊന്നും കേൾക്കണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതി. ഇവിടെ ന്യൂസൊക്കെ ആര് കൊണ്ടുവന്ന് തരും? ഗുരുവായൂരപ്പൻ എല്ലാ വാർത്തകളും. ഇവിടെ ഒന്നും വെച്ചിട്ട് ഇവിടെ ഡിവൈസ് ഒന്നുമില്ല. ഇവിടെ അങ്ങനെ ഡിവൈസ് ഒന്നുമില്ല. എൻ്റെ ഒരു മൊബൈലുണ്ട്, അതിപ്പോൾ ഇവിടെ അങ്ങനെ കിടക്കുകയാണ്. അതിപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോ ഇന്ന് കോടികൾ മുഖ്യവർ എവിടെയുണ്ട്? നമ്മുടെ കേരളത്തിലുണ്ട്. ഇതേതാ ജില്ല? കണ്ണൂരാണോ? കണ്ണൂരുണ്ട്. ഇന്ന് കോടികൾ മുഖ്യവൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇന്ന്. നിങ്ങളിതൊന്നും അറിഞ്ഞില്ല അല്ലേ? നിങ്ങളിതൊന്നും അറിയുന്നില്ല. അപ്പൊ ഇങ്ങനെ 10,000, 1000, 10,000 കോടികളോ ഒക്കെ ആൾക്കാർ മുക്കുന്നത് പണം എന്തോ വലിയ സംഗതിയാണെന്ന് വിചാരിച്ചിട്ടാണ്. ഭാഗവതം ലോകത്തിലെ മനുഷ്യരോട് പറയുന്നു, പണം അത്ര പ്രധാനപ്പെട്ടതല്ല. ജീവിതത്തിൽ പണത്തിന് ഒരിക്കലും എന്ത് കൊടുക്കാൻ പാടില്ല, പ്രാധാന്യം കൊടുക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഭാഗവതം. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലെ എല്ലാ കുട്ടികളെയും ഒരു 15 വയസ്സാവുമ്പോഴേക്ക് അവരെ പഠിപ്പിക്കണം. അമ്മമാരും രക്ഷിതാക്കളും അധ്യാപകരും പണത്തിന് ജീവിതത്തിൽ ഒരു പ്രാധാന്യവുമില്ല എന്ന് പഠിപ്പിക്കണ്ടേ? അത് പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഇവിടെ ആൾക്കാരൊക്കെ അഴിമതി ചെയ്യുന്നത്. ഈ അഴിമതി ചെയ്യുന്നവരൊക്കെ പണ്ട് ചെറിയ കുട്ടിയല്ലായിരുന്നോ? അല്ല. നിങ്ങൾക്കറിയില്ല ആരൊക്കെ അഴിമതി ചെയ്യണതെന്ന്? അറിയില്ല, എന്നോട് ചോദിച്ചാൽ മതി. എല്ലാ അഴിമതിക്കാരിക്കും നല്ലോണം അറിയാം. അവരൊക്കെ പണ്ട് കുട്ടികളല്ലായിരുന്നോ? മനസ്സിലാവില്ല പറയണത്? മനസ്സിലാവുന്നുണ്ടോ? ഈ വലിയ വലിയ ആൾക്കാരല്ലേ അഴിമതി? അല്ലാതെ 7 വയസ്സായ കുട്ടി അഴിമതി ചെയ്തു. നിങ്ങൾ ന്യൂസ് വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഇവിടെ അഴിമതി ചെയ്യുന്നതൊക്കെ നല്ല പ്രായമുള്ള ആൾക്കാരാണ്. 40, 30, 50, 60, 70, 80, 90 വയസ്സുള്ള ആൾക്കാരല്ലേ അഴിമതി ചെയ്യുന്നത്? ആണ്. അവര് കൊണ്ട് കുട്ടികളല്ലായിരുന്നോ? ആണ്. അപ്പൊ അവരുടെ കുട്ടിക്കാലത്ത് അവരെ എന്ത് കേൾപ്പിച്ചിട്ടില്ല? ഈ ശ്രീമദ് ഭാഗവതം അവരെ കേൾപ്പിച്ചിട്ടില്ല. എപ്പോഴാ ഭാഗവതം കേൾക്കേണ്ടതെന്നറിയോ? 15 വയസ്സിന് മുമ്പാണ്. 15 വയസ്സിന് മുമ്പ് ഒരു കുട്ടി ഈ സപ്താഹപ്പന്തലിരുന്ന് ഭാഗവതം നല്ലതുപോലെ കേട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, ആ കുട്ടി വലുതായാൽ ഒരിക്കലും അഴിമതി ചെയ്യില്ല. അപ്പൊ അഴിമതി ചെയ്യാൻ കാരണം മനസ്സിലായില്ലേ? 15 വയസ്സിന് മുമ്പ് ഈ അഴിമതി ചെയ്യുന്ന ആള് കുട്ടിക്കാലത്ത് എന്ത് കേട്ടിട്ടില്ല? ഈ ഭാഗവതം പോലുള്ള സപ്താഹങ്ങളൊന്നും കേട്ടിട്ടേ ഇല്ല. വേറൊരു കാരണവുമില്ല. അപ്പൊ നമ്മുടെ എല്ലാ കുട്ടികളെയും നമ്മൾ എന്ത് പഠിപ്പിക്കണം? ഇനിയുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ കുട്ടികളല്ലേ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ഒരു 15 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളെയും നിർബന്ധമായിട്ട് നമ്മൾ എന്ത് പഠിപ്പിക്കണം? രാമായണം പഠിപ്പിക്കുക, ഭാഗവതം പഠിപ്പിക്കുക, നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുക, അമ്പലത്തിൽ കൊണ്ടുപോകുന്ന നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, ആ കുട്ടികൾ വലുതായാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, മോശമായ ഒരു കാര്യങ്ങളും ചെയ്യില്ല. ചില ആൾക്കാർ വെട്ടിക്കൊല്ലണത് കണ്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ല? മനുഷ്യനെ നടന്നു പോകുന്ന മനുഷ്യനെ, ബസ് പോകുന്ന മനുഷ്യനൊക്കെ പിടിച്ചുകൊണ്ട് ഇറക്കിയിട്ട് കയ്യിലുള്ള ആയുധങ്ങളെ കൊണ്ട് വെട്ടിക്കൊല്ലുന്ന കഥ നിങ്ങൾ വായിച്ചിട്ടില്ല? എന്താ കാരണം? വേറൊരു കാരണവുമില്ല. അവൻ പണ്ട് കുട്ടിയായിരുന്നു. അവന്റെ കുട്ടിക്കാലത്ത് അവനെ ഭാഗവത സപ്താഹമൊന്നും കേട്ടിട്ടല്ല വളർന്നത്. അതുകൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നത്? മനുഷ്യന്മാരെ പച്ചയ്ക്ക് വെട്ടിക്കൊല്ലുന്നത്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ തിന്മകൾക്കും കാരണം എന്താണ്? എന്താ കാരണം? കുട്ടിക്കാലത്ത് ഇത്തരത്തിലുള്ള മൂല്യങ്ങളൊന്നും പഠിക്കാത്തത് കൊണ്ട് മാത്രമാണ്. ഞാൻ ഇന്നേവരാരെയും കൊന്നില്ലല്ലോ. എന്നെ കണ്ടാൽ തന്നെ ഏകദേശം എത്ര വയസ്സായി ഊഹിക്കാൻ പറ്റൂലേ? ഇത്രയും കാലമായിട്ട് ഞാൻ ഒരാളെ പോലും കൊന്നിട്ടില്ല. നാളെ കൊല്ലുമെന്ന് എനിക്ക് പറയാനും പറ്റില്ല. അതിപ്പോൾ ഞാൻ എങ്ങനെയാ പറയുക? എനിക്ക് പ്രവചിക്കാനുള്ള കഴിവൊന്നുമില്ല.
അപ്പൊ നാളെ ഞാൻ ആരെയും കൊല്ലുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇന്നേ വരെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഒരാളെയും കൊന്നിട്ടില്ല. ഇന്നേ വരെ ഞാൻ ഒരു അഴിമതിയും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. എന്താ കാരണം? ഞാൻ ഈ ഭാഗവതം വായിക്കുന്നതുകൊണ്ടാണ്. എൻ്റെ മുമ്പിൽ ഇതാ ഭാഗവതം. ഇത് ഞാൻ കുട്ടിക്കാലം തൊട്ടേ വായിക്കുന്നു. എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ എനിക്ക് കുട്ടിക്കാലം തൊട്ടേ അമ്പലത്തിലേക്കാണ് എന്നോട് പോകാൻ പറയാം. അമ്മ പറയും അമ്പലത്തിൽ പോയിക്കോ, അച്ഛൻ പറയും അമ്പലത്തിലേക്ക് വാ. എന്നിട്ട് അച്ഛനാണ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവുക, അമ്പലത്തിൽ കൊണ്ടുപോകും. അങ്ങനെ അമ്പലമാകുന്ന സർവകലാശാലയിലേക്കാണ് എൻ്റെ മാതാപിതാക്കൾ എന്നെ കൊണ്ടുപോയത്. അതുകൊണ്ട് അമ്പലം എന്താണ്? അമ്പലം എന്താണ്? ഒരു സർവകലാശാലയാണ്. ആ സർവകലാശാലയെ പഠിച്ചുകൊള്ളാൻ ഞാൻ ക്ഷേത്രമാകുന്ന സർവകലാശാലയിൽ കുട്ടിക്കാലത്ത് ഒരു 18 വയസ്സ് വരെ ഞാൻ അവിടെ പോയി പഠിച്ചു. എവിടുന്നാ പഠിച്ചത്? ക്ഷേത്രമാകുന്ന സർവകലാശാലയിലേക്കാണ് എൻ്റെ മാതാപിതാക്കളും എൻ്റെ ജ്യേഷ്ഠനൊക്കെ എന്നെ കൊണ്ടുപോയത്. എന്നിട്ട് അവിടുന്ന് തിയറി ഉണ്ടായിരുന്നു, പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, നിങ്ങൾക്ക് അറിയില്ല അല്ലേ? ഇവിടെ പുറത്ത് എഴുതി വെച്ചിട്ടില്ലല്ലോ. ഉണ്ടോ? ഈ അമ്പലത്തിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടോ? പരിയാരം സർവകലാശാല എഴുതി വെച്ചിട്ടുണ്ടോ പുറത്ത്? ഇല്ല. പക്ഷെ വാസ്തവത്തിൽ ഇതെന്താണ്? ഇവിടെ സുബ്രഹ്മണ്യ സ്വാമിയുണ്ട്, അവിടെ സാക്ഷാൽ മഹാവിഷ്ണുവുണ്ട്. അപ്പൊ ഇത് വാസ്തവത്തിൽ എന്താണ്? ഇപ്പൊ നമ്മൾ എവിടെയാ ഇരിക്കണത്? വാസ്തവത്തില് എവിടെയാ ഇരിക്കണത്? സർവകലാശാലയിലായിരിക്കണത്. ഈ സർവകലാശാലയുടെ പേരാണ് പരിയാരം സർവകലാശാല. പക്ഷെ അത് പൊതുവെ എഴുതി വെക്കാറില്ല. അപ്പൊ ഞാൻ ആ സർവകലാശാലയെ പഠിച്ചയാളാണ്. ഏത് സർവകലാശാലയില്? ക്ഷേത്രമാകുന്ന സർവകലാശാലയിലായിരുന്നു എൻ്റെ ബാല്യകാലത്തെ വിദ്യാഭ്യാസം. അപ്പൊ അച്ഛൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു, അമ്മ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. എനിക്കൊരു ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു. ആ 3 ആൾക്കാർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ആ ജ്യേഷ്ഠൻ നാരായണൻ എന്നാണ് പേര്. ജ്യേഷ്ഠൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. തിയറിയും പഠിപ്പിച്ചു തന്നു, പ്രാക്ടിക്കലും രണ്ടും വേണം. തിയറിയും വേണം, പ്രാക്ടിക്കലും വേണം. അമ്മ എങ്ങനെയാ പഠിപ്പിച്ചതെന്നറിയാം? എൻ്റെ അമ്മ എന്നെ പ്രാക്ടിക്കല് പഠിപ്പിച്ചു. ലാബിലേക്കൊന്നും കൊണ്ടുപോയില്ല അമ്മ. കാരണം ലാബ് പറഞ്ഞ എൻ്റെ വീടാണ്. കുട്ടികളെ ലാബ് കൊണ്ടുപോയിട്ടല്ല പ്രാക്ടിക്കൽ പഠനം. നമ്മുടെ കോളേജുകളിലൊക്കെ ഫിസിക്സിന്റെ ലാബുണ്ട്, കെമിസ്ട്രിയുടെ ലാബുണ്ട്, ബോട്ടണിയുടെ ലാബുണ്ട്. അവിടെ നിങ്ങളൊന്നും പഠിക്കില്ല. എന്നെ അമ്മ ലാബ് കൊണ്ടുപോയി. ഏത് ലാബിലേക്കാ? വീടാകുന്ന ലാബിൽ. ഒരു ദിവസം ഉച്ച സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊന്നൊരു 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുക. അമ്മ എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആ പുറത്ത്, എൻ്റെ വീടിൻ്റെ പുറത്ത്, ചാത്തമംഗലത്ത് എൻ്റെ വീടിൻ്റെ പുറത്തൊരു പൂമുഖമുണ്ട്. ഞാൻ ആ പൂമുഖത്തിരുന്ന് എന്തോ പുസ്തകം വായിക്കുക. നേരെ 12 മണിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു 12 മണി സമയത്ത് ഞാൻ ജനലിൽ കൂടെ നോക്കിയപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോടെ ഒരാളുണ്ട് ഇങ്ങനെ വരുന്നു. അയാളുടെ മുടിയൊക്കെ പാടങ്ങനെ പറന്ന് കിടക്കുന്നുണ്ട്. പറയാ താടിയൊക്കെ ഉണ്ട്, കയ്യിൽ വലിയൊരു ഭാണ്ഡമുണ്ട്, മോശമായ വേഷമൊക്കെ കെട്ടിയിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി എന്നെ പിടിക്കാൻ വരികയാണ്. കാരണം അമ്മ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് പറയാറുണ്ട്, കുട്ടികളെ പിടിക്കുന്ന ആൾക്കാർ ഭാണ്ഡമായിട്ട് നടക്കുന്നു. ഒരു കുട്ടിയെ കണ്ട ഭാണ്ഡത്തിലിട്ട് കൊണ്ടുപോയിട്ട് കണ്ണൊക്കെ കുത്തി ചൂന്നെടുക്കും, പലതും വേദനിപ്പിക്കും. എനിക്ക് പേടിയായി. ഞാൻ വേഗം വാതിലൊക്കെ അടച്ചടുക്കളയിൽ ഓടിപ്പോയി. അമ്മ ചോദിച്ചു, എന്താ? പേടിച്ചിട്ട് പറയാൻ വയ്യ. കയ്യോണ്ട് എന്താ? കയ്യോണ്ട് ഞാൻ മുറ്റത്ത് ആരോണ്ട് എന്നെ പിടിക്കാമോ? ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മ മെല്ലെ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോഴേ പൂമ്പൂത്തിന്റെ വാതിലൊക്കെ അടച്ചിട്ടുണ്ട്. മുറ്റത്തുണ്ട് ഒരാള്. അമ്മ അങ്ങനെ നോക്കി ജനലിലുള്ളൂ കൂടെ. അപ്പൊ അമ്മ ചോദിച്ചു, ചോറ് വേണോ ചോദിച്ചു. അങ്ങനെ കയ്യോണ്ട് ചോറ് വേണോ? അപ്പൊ ഇയാൾ തലയായിട്ട്. അപ്പൊ ഞാൻ ഞാൻ അമ്മയെ പിടിച്ചു നിൽക്കുക. അമ്മ ഉള്ളപ്പോൾ പിന്നെ പിടിച്ചുണ്ടോയില്ലല്ലോ. അമ്മ നേരെ അടുക്കളയിൽ പോയി. ഞാൻ പിന്നാലെ പോയി. ഞാൻ അമ്മയെ പിടിച്ചോ നിങ്ങളെ പോയി. അടുക്കളയിൽ പോയിട്ട് അമ്മ എന്താ ചെയ്തത്? ഒരു ഇലയെടുത്തു, ചോറെടുത്തു. എന്നിട്ട് അമ്മ അങ്ങനെ വരികയാണ്. ഞാൻ പിന്നാലെ വരുന്നുണ്ട്. എന്നിട്ട് വാതിൽ തുറന്നപ്പോഴേക്ക് പേടി. വാതിൽ തുറന്നിട്ട് അമ്മ എന്ത് ചെയ്തു? ഇല താഴ്ത്ത് വെച്ചു. എന്നിട്ട് ശ്രദ്ധിച്ചു കേട്ടോളൂ, ഇല താഴ്ത്ത് വെച്ചിട്ട് ഈ ചോറൊക്കെ വിളമ്പിക്കൊടുത്തു. എന്നിട്ട് അമ്മ കറി വിളമ്പണ്ടേ? എനിക്കത് എത്ര വയസ്സാ? 3ാം ക്ലാസ് പഠിക്കുക. കറി എടുക്കാൻ വേണ്ടി അമ്മ അടുക്കളയിലേക്ക് പോയപ്പോൾ ഞാൻ പിന്നാലെ പോയി. ഞാൻ പറഞ്ഞു, അമ്മ വാതിലടച്ചിട്ടില്ല. സാരല്ല. അത് കഴിഞ്ഞ് അടുക്കളയിൽ പോയിട്ട് അമ്മ കറി എടുത്തു. വേറെ കുറച്ച് ദൂരമുണ്ട്, പൂമുഖത്തു നിന്ന് അടുക്കളയൊക്കെ കുറച്ച് ദൂരമാണ്. അടുക്കളയിൽ പോയിട്ട് അമ്മൻ്റെ പ്രാക്ടിക്കൽ പഠിപ്പിക്കുക.
അടുക്കളയിൽ പോയി അമ്മ കറിയും കൊണ്ട് ഇവിടെ വന്നു. ഞാൻ പിന്നാലെ വന്നു. ഇവിടെ വന്ന് നോക്കിയപ്പോഴേ ഇലയിൽ വിളമ്പിയ ചോറൊന്നും കാണാനില്ല. പച്ചച്ചോറ്, വെറും ചോറ് കൊണ്ടി കൊടുത്തതാ. കുറച്ച് വറ്റുകൾ മാത്രമുണ്ട്. കുറച്ച് വറ്റുകൾ എൻ്റെ താടിയിലും മീശയിലും കൊണ്ട് അവിടെയും ഇവിടെയൊക്കെ പറ്റിക്കിടക്കണം ഞാൻ കണ്ടു. അപ്പൊ അമ്മ ചോദിച്ചു, ആ ചോറൊക്കെ തിന്നോ? ഒരു കറി ഒഴിച്ചിട്ടില്ല, ഉപ്പ് പോലും ചേർക്കാതെ ആ പച്ചച്ചോറ് മുഴുവൻ വിശന്നിട്ട് ഞാൻ അകത്താക്കിയത് ഞാനിങ്ങനെ നോക്കി നിന്നു. അമ്മ കറിയുടെ പാത്രം അവിടെ വെച്ചു. എന്നിട്ട് പറഞ്ഞു, മതിയായില്ല അല്ലേ, ഞാൻ ഈ ചോറ് തരാമെന്ന്. കറിയുടെ പാത്രം പൂമുഖത്ത് വെച്ച് അമ്മ അടുക്കളയ്ക്ക് പോയപ്പോൾ ഞാനും പിന്നാലെ ചെന്നു. അമ്മ കുറേയും കൂടി ചോറെടുത്തു കൊണ്ടുവന്നു. ചോറും വിളമ്പി, അവിടെ വെച്ച കറിയും വിളമ്പി. കുറെ നേരം ഈ പരിപാടി തുറന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ അങ്ങനെ കൈകൊണ്ട് എന്താ അത് മതി, ആ മതിയായപ്പോൾ അവൻ എഴുന്നേറ്റു. അതിലേക്കൊക്കെ അവിടെയും ഇവിടേക്ക് എന്തൊക്കെയോ ഉണ്ട്, കുറച്ചൊക്കെ ആഹാര സാധനങ്ങളുണ്ട്. അവൻ്റെ ചാടിയിലും പൊടിയോ ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പോണ സമയത്ത് അവൻ നല്ലൊരു ചിരി ചിരിച്ചു, തലയൊക്കെ ആട്ടി. കയ്യൊന്നും കഴുകണം ഞാൻ കണ്ടിട്ടില്ല, എങ്ങോട്ടോ നടന്നു പോയി. പക്ഷേ കാലം കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് അമ്മ എന്നെ ലാബ് കൊണ്ടുപോയി പഠിപ്പിച്ചതാണ്. എന്ത്, ഇവിടെയാണ് ലാബുള്ളത്. ഈ ലാബിൽ ടെസ്റ്റ് ട്യൂബ് ഇല്ല, സൾഫ്യൂരിക് ആസിഡ് ഇല്ല, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇല്ല, അവിടെ പരീക്ഷണങ്ങളില്ല, ഒന്നുമില്ല. പക്ഷെ അമ്മ എന്നെ ആധ്യാത്മികത പഠിപ്പിക്കുകയായിരുന്നു. അല്ലേ? എന്താണ് ഈ ആധ്യാത്മിക പഠിപ്പിച്ചത്? എന്താണ് ഈ ആധ്യാത്മിക പാഠം? വിശക്കുന്നവന് ആഹാരം കൊടുക്കുക. വിശക്കുന്നവന് ആഹാരം കൊടുക്കാൻ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കണം. നിങ്ങൾക്ക് എഴുത്തും വായന അറിയണം? ഒന്നും വേണ്ട. എഴുത്തും വായന അറിയണ്ട, യൂണിവേഴ്സിറ്റിയിൽ പോകണ്ട, അതിന് പൈസ ചെലവുമില്ല, ഒന്നുമില്ല. നമ്മൾ ഉണ്ടാക്കുന്ന ആഹാരം അതിഥി ഇന്നലെ എന്താ പറഞ്ഞത്? ഇന്ന് രാവിലെ എന്താ പറഞ്ഞത്? അതിഥി ദേവോ ഭവ. അമ്മ ഉപനിഷത്ത് വായിക്കാതെ, മന്ത്രങ്ങളൊന്നും ചൊല്ലാതെ, സംസ്കൃതത്തിൽ ഒരു ശ്ലോകം പോലും ചൊല്ലിത്തരാതെ അന്ന് 3ാം ക്ലാസ് പഠിക്കുന്ന എന്നെ പഠിപ്പിച്ചു. വീട്ടിലാര് വന്നാലും അത് ഈശ്വരനാണെന്ന് വിചാരിച്ചിട്ട് വിശക്കുന്നവന് ചോറ് കൊടുക്കുക. ഇപ്പൊ പഠിച്ചില്ലേ ആധ്യാത്മികത? എന്നത് പഠിപ്പിച്ചതാരാ? അമ്മ. അമ്മനോടൊന്നും മിണ്ടിയില്ല. അമ്മ എന്ത് അമ്മ അങ്ങനെ ചെയ്തു. കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. വിശക്കുന്നവൻ ആരാണെങ്കിലും അവന് ആഹാരം കഴിക്കുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ. അന്ന് ഏതോ ഒരാള്, അവിടെ ചോദ്യം ഉത്തരമൊന്നുമില്ല. ആരാണ്, എന്താണ്, എവിടുന്നാ വരുന്നത്, ജാതി ഏതാ, മതം ഏതാ, നോ ക്വസ്റ്റ്യൻ, നോ ആൻസർ, നോ ലാംഗ്വേജ്. ആധ്യാത്മികതയ്ക്ക് ലാംഗ്വേജ് ഇല്ല. വിഷമിക്കുന്നവനെ കാണുമ്പോൾ അവൻ എന്താണോ വേണ്ടത് അത് കൊടുക്കുക. ഇത് പഠിക്കാൻ നിങ്ങൾ എങ്ങോട്ടും, ഇത് പഠിപ്പിക്കുന്ന വലിയ സർവകലാശാലയാണ് ഇത്. ഓരോ ക്ഷേത്രത്തിൽ വന്നാലാണ് നമ്മൾ ഇത്തരത്തിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ പഠിക്കുകയല്ലേ. ഞാൻ ഒരു കഥ നിങ്ങളോട് പറഞ്ഞു. ഏതായാലും ഭഗവാൻ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മപിതാമഹനെ കണ്ട സമയത്ത് വലിയ സന്തോഷമായി ഭീഷ്മക്ക്. അപ്പൊ ഭഗവാൻ അടുത്ത് വന്നപ്പോൾ ഭീഷ്മര് പറഞ്ഞു, വേദനയാവണ്ട് എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? അമ്പുകൾ തന്നെ കുത്തി കയറിയിട്ട് ഭീഷ്മരുടെ ശരീരം മുഴുവൻ വേദനയാവണുണ്ട്. അപ്പൊ ഭഗവാൻ എന്താ ചെയ്തതെന്നറിയോ? ഒരാള് വേദനയ്ക്കുണ്ടെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങളെന്താ ചെയ്യുക? അയാളുടെ വേദന മാറ്റാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാവും അല്ലേ? ഭഗവാൻ ഉടനെ വേദന മാറ്റി കൊടുത്തു. അപ്പൊ ഇതാണ് അടുത്ത ആധ്യാത്മികതയാണ്. ഒരാൾക്ക് വേദനയുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അയാൾ ഏത് മതത്തിൽപ്പെട്ട ആളാന്ന് നോക്കണം. വേണം. ഒരാളെ കാലിന്റെ മുകളിൽ കൂടെ കാറങ്ങോട്ട് കയറി, കാറുകാരൻ കാറും കൊണ്ടുപോയി. നമ്മളിത് കണ്ടു. എന്താ കണ്ടത്? ഒരുത്തൻ കാറ് മറ്റവന്റെ കാലിന്റെ കൂടെ കാലിന്റെ പടക്കപ്പിലാക്കോ. അപ്പൊ അയാളോട് ചോദിക്കണം, നിങ്ങൾ ഏതാ മതം? അപ്പൊ ഹനീഫ അല്ലേ? എന്താ ഞാൻ രക്ഷിക്കാൻ പോകുന്ന ധർമ്മമാണ്. അതാണ് ആധ്യാത്മികത. വേദനിക്കുന്നവനെ എത്രയും പെട്ടെന്ന് ആ വേദന മാറാൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. അവിടെ ചോദ്യം ഉത്തരമൊന്നുമില്ല. അതാണ് ആധ്യാത്മികത. അതിന് പൈസ ചെലവൊന്നുമില്ല. എന്ത് പൈസ ചെലവാണുള്ളത്? അതിന് ഒരു രൂപ പോലും ചെലവാക്കണ്ട. നിങ്ങൾ ആരെ എടുത്തിട്ട് നിങ്ങൾ വണ്ടി നേരെ കൊണ്ടാക്കുക. പൈസയൊന്നും നിങ്ങൾ ചെലവാക്കണ്ട. ഉണ്ടെങ്കിൽ ചെലവായിക്കോ. ഭഗവാൻ എന്താ ചെയ്തതെന്നല്ലേ? ഭീഷ്മരുടെ വേദന മുഴുവൻ ഭഗവാൻ ഇല്ലാതെയാക്കി. ഭഗവാൻ പിന്നെ ഭഗവാനായതുകൊണ്ട് അതിനെളുപ്പമാണ്. ഇപ്പൊ വേദനയുണ്ടോ ചോദിച്ചു. ഭീഷ്മർ പറഞ്ഞു, ഞാൻ ഇപ്പൊ ഒരു വേദനയും അറിയുന്നില്ല.
സംഗതി മനസ്സിലായോ? ഭഗവാൻ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, ഭഗവാൻ വിചാരിച്ചാൽ നമ്മളുടെ എല്ലാ വേദനകളും നിമിഷ നേരം കൊണ്ട് ആര് തീർത്തു തരും? ഈ ഭഗവാൻ തീർത്തു തരും. വിശ്വാസമായോ? വിശ്വാസം വരുന്നില്ല അല്ലേ? ഇതിപ്പോ 1-ാം ദിവസമല്ലേ ആയുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ഭഗവാൻ വിചാരിച്ചാൽ നിങ്ങളുടെ മുഴുവൻ വേദനകളും ഭഗവാൻ നിമിഷ നേരം കൊണ്ട് എന്ത് ചെയ്യും? തീർത്തു തരും. എന്ത് വേദനയുള്ള ഇവിടെ ഒന്ന് പറഞ്ഞാൽ എല്ലാ വേദനകളും തീർത്തു തരും. ഈ വേദന വല്ലാത്തൊരു പ്രശ്നമാണ് അല്ലേ? അപ്പൊ ഇവിടെ വന്നാൽ മതി. വേദന ഉള്ളവരൊക്കെ എവിടെ വരിക? മുട്ടുവേദന, കാല് വേദന, ഒരു വേദന, വയറ് വേദന, കടവേദന, ഇവിടെ വേദന. അപ്പൊ വേദന ഉള്ളവരൊക്കെ എങ്ങോട്ട് വന്നാൽ മതി? ഇവിടെ വന്നാൽ. ഇവിടെ വന്ന് ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ വേദനകളും പമ്പ കടന്നു പോകും. പക്ഷെ എന്ത് വേണം? വിശ്വാസം വേണം, ഭക്തി വേണം. ഭീഷ്മരുടെ എല്ലാ വേദനകളും തീർന്നു. അപ്പൊ ഭീഷ്മര് പറഞ്ഞു, എനിക്ക് ധർമ്മപുത്രരോട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. പറഞ്ഞോളൂ. ധർമ്മപുത്രരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ധർമ്മപുത്രരുടെ എല്ലാ ചോദ്യങ്ങൾക്കും ആര് മറുപടി കൊടുത്തു? ഭീഷ്മപിതാമഹൻ മറുപടി കൊടുത്തു. അത് അനേകം ചോദ്യങ്ങളാണ്. ധർമ്മത്തെ പറ്റിയാണ് ചോദിച്ചത് മുഴുവനും. അപ്പൊ നമുക്ക് ധർമ്മത്തെ പറ്റി എന്താ അറിയാം? ഒന്നും അറിയില്ല അല്ലേ? അപ്പൊ പഠിക്കണം. ധർമ്മം എന്താണെന്ന് പഠിക്കാനുള്ള പുസ്തകത്തിന്റെ പേരാണ് മഹാഭാരതം. 18 വയസ്സാകുമ്പോഴേക്ക് നമ്മുടെ നാട്ടിലെ എല്ലാ കുട്ടികളും വായിച്ചു തീർക്കേണ്ട പുസ്തകത്തിന്റെ പേരാണ് മഹാഭാരതം. നിങ്ങളെ വീട്ടിലുള്ള കുട്ടികളോടൊക്കെ ചോദിച്ചു നോക്ക്, മഹാഭാരതം വായിച്ചിട്ടുണ്ടോ? കുട്ടി പറയും, നീ വായിച്ചിട്ടുണ്ടോ? അഞ്ജുവിനോട് ചോദിച്ചു, നീ മഹാഭാരതത്തിലെ കഥയൊക്കെ വായിച്ചിട്ടുണ്ടോ? എന്താ ഒച്ച ഉണ്ടാക്കുക? ഒരു വൃത്തികെട്ട ഒച്ച ഉണ്ടാക്കലേ. പിന്നെ നീ എന്താ വായിച്ചത്? ഒന്നും വായിച്ചിട്ടില്ല. 18 വയസ്സായിട്ട് മഹാഭാരതം കഥയൊന്നും വായിക്കാത്ത കുട്ടിയെ എന്തിനു കൊള്ളും? ഒന്നിനും കൊള്ളില്ല. 18 വയസ്സായിട്ട് മഹാഭാരതം കഥയൊന്നും അറിയാത്ത കുട്ടിയെ എന്തിനാ പറ്റുക? ഒന്നിനും പറ്റില്ല. പണ്ടാരോ തെക്കേ പുരയുടെ തൂണിന് കൊള്ളാന്ന് പറഞ്ഞാല് അതിന് പറ്റും. തെക്കേ ഭാഗത്തിൽ പേരുണ്ടെങ്കിൽ തൂണില്ല, അതിന് തൂണ് വെക്കാൻ പറ്റും. അല്ലാണ്ട് ഈ 18 വയസ്സായിട്ടും മഹാഭാരതം കഥയൊന്നും അറിയില്ല, ഭാഗവതം കഥയൊന്നും അറിയില്ല, രാമായണം കഥകളൊന്നും അറിയില്ലെങ്കിൽ പിന്നെ അവനെന്തിനാ പറ്റുക? ഒന്നിനും പറ്റില്ല. അങ്ങനെ ഒന്നിനും പറ്റാത്ത കുറേ തലമുറകൾ ഇവിടെ ഇങ്ങനെ വളർന്നു വരിക. ഒന്നിനും പറ്റില്ല. അപ്പോൾ 18 വയസ്സിന് മുമ്പ് നമ്മുടെ കുട്ടികളൊക്കെ നിർബന്ധമായും വായിക്കേണ്ട 3 പുസ്തകങ്ങളുടെ പേര് ഞാൻ പറഞ്ഞു. ഏതാണ്? ഒന്ന് രാമായണം വായിക്കുക. രാമായണം കഥകളൊക്കെ കുട്ടിക്ക് അറിഞ്ഞിരിക്കണം. എത്രയാകുമ്പോഴേക്കും? ഒരു 18 വയസ്സാകുമ്പോഴേക്കും 2-3 പ്രാവശ്യമെങ്കിലും. 18 വയസ്സാകുമ്പോഴേക്കും മഹാഭാരത കഥകളൊക്കെ അറിഞ്ഞാൽ മതി. തത്വങ്ങളൊക്കെ പിന്നെ പഠിക്കും. ചെറിയ പുസ്തകങ്ങൾ കിട്ടും നമ്മുടെ കുട്ടികൾക്ക് വായിക്കാനുള്ള. കുട്ടികളുടെ മഹാഭാരതം, കുട്ടികളുടെ രാമായണം, കുട്ടികളുടെ ഭാഗവതം, എല്ലാ പുസ്തകങ്ങളും ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. പക്ഷെ അമ്മമാർ എന്ത് ചെയ്യുന്നില്ല, അധ്യാപകർ എന്ത് ചെയ്യുന്നില്ല, പ്രൊഫസർമാർ എന്ത് ചെയ്യുന്നില്ല? ഇത് കുട്ടികളോട് വായിക്കാൻ പറയണില്ല. അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണ്ടേ? പണ്ട് നമ്മുടെ നാട്ടിലെ മുത്തശ്ശന്മാരും ഒക്കെ ഈ കഥകളൊക്കെ ആർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു? കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അതിനുള്ള സാധ്യതയുമില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇവിടെ പരിയാരം ക്ഷേത്രത്തിൽ സപ്താഹം നടക്കുന്നുണ്ട്. ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരും ഇവിടെ വന്നിരിക്കുക. 40 വയസ്സായിട്ട് മഹാഭാരതം അറിയാത്ത ആൾക്കാർ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കട്ടെ. 40 വയസ്സായി മഹാഭാരതം ഒന്നും അറിയില്ല, രാമായണം ഒന്നും അറിയില്ല. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പൊ അവരൊക്കെ ഇവിടെ വന്നിരുന്നാൽ മതി. ഇവിടെ അങ്ങനെ വന്നിരുന്നാൽ നമുക്ക് 1000 പുസ്തകം വായിക്കുന്ന ഗുണം എവിടുന്ന് കിട്ടും? ഇവിടുന്ന് കിട്ടും. 7 ദിവസമല്ലേ? 1000 പുസ്തകം വായിക്കാൻ എത്ര ദിവസം വേണമല്ലേ? 1000 പുസ്തകങ്ങൾ വായിച്ചു പഠിക്കാൻ കാലം എത്ര വേണം? ഇവിടെ ആകെ 7 ദിവസം വന്നിരുന്നാൽ മതി. 7 ദിവസം ഇവിടെ വന്നിരുന്നാൽ നിങ്ങൾ 1000 പുസ്തകങ്ങൾ വായിച്ചു കിട്ടുന്ന അറിവ് മുഴുവൻ എവിടുന്ന് കിട്ടും? സപ്താഹത്തിൽ നിന്ന് കിട്ടും. കാര്യം മനസ്സിലായോ? ഇപ്പൊ ഭീഷ്മർ എന്ത് ചെയ്തു? എല്ലാ ചോദ്യങ്ങൾക്കും, ധർമ്മപുത്രരുടെ ധാർമ്മികമായ എല്ലാ ചോദ്യങ്ങൾക്കും ഭീഷ്മർ മറുപടി കൊടുത്തു. അവസാനം ഭീഷ്മർക്ക് തോന്നി മതി. പിന്നെ ഭീഷ്മർക്ക് മനസ്സിലായി ഇനി ആയുസ് അധികമൊന്നുമില്ല. ഉള്ളുന്നൊരാൾ വിളിക്കണ പോലെ തോന്നിയത്രേ, പോരൂ പോരൂ പോരൂ. ഭീഷ്മർക്ക് തോന്നി ഉള്ളുന്നൊരാൾ വിളിക്കേണ്ടത് എന്ത്? പോരൂ പോരൂ പോരൂ, പോവാ മതിയെന്ന്. ആരാ വിളിക്കണത്? ആരാ? ഉള്ളുന്ന കാലൻ വിളിക്കുകയാണ്.
നമുക്കും മനസ്സിലാവും. ഉള്ളുന്ന കാലൻ വിളിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. നിങ്ങൾ മരിക്കുന്നതിനെ കുറച്ച് മുമ്പ് നിങ്ങളുള്ളെന്ന് കാലൻ നിങ്ങളോട് പറയും. ഇനി അധികം സമയമൊന്നുമില്ല, ഏകദേശം ഒരു 7 ദിവസം കൂടിയുള്ളൂ എന്ന് ആര് പറഞ്ഞുതരും? നിങ്ങളുടെ ഉള്ളിൽ ഒരാൾ വന്ന് പറഞ്ഞുതരും. എല്ലാവർക്കും പറഞ്ഞുതരും. ചില ആൾക്കാർ ചോദിക്കുന്നത് എന്തോ ഞാൻ സ്വപ്നം കണ്ടതാണോ? അത് വാസ്തവമായിരിക്കും. മരിക്കാൻ പോകുന്ന എല്ലാവരോടും ഉള്ളുന്ന ഒരാൾ പറയും, നിനക്കിനി 2 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ, നിനക്കിനി 16 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ, അല്ലെങ്കിൽ നിനക്ക് 2 മാസം കൂടിയേ ബാക്കിയുള്ളൂ, എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ട് വേഗം ചെയ്തോളൂ എന്ന് ആര് പറയും? ഉള്ളുന്ന ഒരാൾ പറയും. മറന്നു പോകരുതേ. ഇതുപോലെ ഭീഷ്മർ ഉള്ളുന്ന ഒരാൾ പറഞ്ഞു, ഇനി അല്പസമയം കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ ഭീഷ്മർ എന്ത് ചെയ്തു? അദ്ദേഹം വാക്കുകളൊക്കെ നിർത്തിവെച്ചു. എന്നിട്ട് തൻ്റെ മുന്നിൽ കണ്ട ശ്രീകൃഷ്ണ ഭഗവാനെ മനോഹരമായിട്ട് സ്തുതിക്കുന്ന സ്തുതിയാണ് ഭാഗവതത്തിൽ പ്രസിദ്ധമായിരിക്കുന്ന ഭീഷ്മസ്തുതി. എൻ്റെ അച്ഛൻ ഭീഷ്മസ്തുതി വായിക്കുന്നില്ലെന്നും ഒക്കെയാണ് പറയുക. അച്ഛൻ അങ്ങനെ ഭീഷ്മസ്തുതി വായിക്കുന്നത് കേട്ടിട്ടാണ് ഞാനൊക്കെ എന്ത് പഠിച്ചത്? ഭീഷ്മസ്തുതി കേട്ട് പഠിച്ചത്, അല്ല വായിച്ചു പഠിച്ചതല്ല. അച്ഛൻ ചൊല്ലുന്നത് കേട്ട് പഠിച്ചതാണ്. എന്ത് രസം അച്ഛൻ ഭാഗവതം വായിക്കേണ്ട കാരണം. ഒരക്ഷരം പോലും തെറ്റിപ്പോവില്ല, ഒരക്ഷരം പോലും പിഴയ്ക്കാതെ വളരെ ഉച്ചത്തിൽ ഇല്ലത്തിരുന്ന അച്ഛൻ എന്ത് ചെയ്യും? ഭീഷ്മസ്തുതി വായിക്കും. ഞാൻ എന്ത് ചെയ്തു? കേട്ട് പഠിച്ചു. കേട്ടിട്ടാണ് ഞാൻ പഠിച്ചു. അപ്പോൾ ഭീഷ്മസ്തുതി വീട്ടിൽ നിന്ന് അച്ഛനോ അമ്മയോ വായിക്കുന്നത് കേട്ടിട്ട് ആര് പഠിക്കണം? കുട്ടികൾ പഠിക്കണം. ഞാൻ അച്ഛനമ്മയും വായിക്കട്ടെ, അച്ഛനമ്മയും വായിക്കട്ടെ. വേണ്ടേ? അച്ഛനാന്ന് പറഞ്ഞാൽ ഇന്നാ പോലെ അച്ഛൻ എന്ത് ചെയ്യണം? വീട്ടിൽ നിന്ന് രാമായണം വായിക്കണം. എത്ര അച്ഛന്മാർ വീട്ടിൽ നിന്ന് രാമായണം വായിക്കേണ്ടത്? ഉറക്ക വായിക്കണം. എന്തിനാണ്? കുട്ടികൾ കേൾക്കാനാ. എല്ലാ അച്ഛന്മാരും എല്ലാ അമ്മമാരും അവരുടെ വീട്ടിൽ നിന്ന് രാമായണം ഭാരതം ഉറക്ക വായിക്കുന്നത് ആര് കേൾക്കണം? കുട്ടികൾ കേട്ട് പഠിക്കണം. അപ്പോൾ ഇവിടെ ആർക്കാ കുറ്റപ്പെടുത്തേണ്ടത്? ആരെയാണ്? കുട്ടികളെയല്ല, മാതാപിതാക്കളെയാണ്. പല മാതാപിതാക്കളും വീട്ടിൽ നിന്ന് രാമായണം വായിക്കില്ല, ഭാരതം വായിക്കില്ല. എന്തോ ഒരു ട്യൂബുണ്ട്, എന്താ യൂട്യൂബ്, അതിൽ ഷോർട്സൊക്കെ ഉണ്ടാവും, അത് നോക്കിയിരിക്കും. വാട്സപ്പ് പറഞ്ഞൊരു ആപ്പുണ്ട്, ആദ്യമായിട്ട് ലോകത്തിൽ പ്രചാരം നേടിയ ആപ്പിൻ്റെ പേരാണെന്ത്? വാട്സ്ആപ്പ്. അതിൻ്റെ പിന്നാലെ ആപ്പുകളാണ്. ഈ ആപ്പ് നോക്കിയിരിക്കുക ആര്? കുട്ടികൾക്ക് രാമായണം ഭാഗവതമൊക്കെ കഥ പറഞ്ഞു കൊടുക്കേണ്ട അച്ഛനും അമ്മയും എന്താ പരിപാടി? മൊബൈലും കയ്യിലെടുത്ത് യൂട്യൂബ് നോക്കുക, ഫേസ്ബുക്ക് നോക്കുക, ഷോർട്സ് നോക്കിയിരിക്കുക, വീഡിയോ നോക്കിയിരിക്കുക. അപ്പം അവരെയല്ലേ തല്ലേണ്ടത്? അപ്പം തല്ലേണ്ടത് ആരെയാണ്? മനസ്സിലായില്ലേ? കുട്ടികളല്ല. ആരെയാണ് തല്ലേണ്ടത്? സ്വന്തം കുട്ടികൾക്ക് രാമായണ കഥകളോ ഭാഗവത കഥകളോ ഇതൊന്നും ചൊല്ലിക്കൊടുക്കാത്ത മാതാപിതാക്കൾക്കാണ് ഇവിടെ എന്താവശ്യം? ബോധവൽക്കരണം ആവശ്യം. പാണ്ഡവന്മാർക്കും കൗരവന്മാർക്കും എത്രയോ തലമുറയിൽപ്പെട്ട മുഴുവൻ ആൾക്കാർക്കും സകല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത ആശാനാക്കോടെ കിടക്കുന്നത് ഭീഷ്മപിതാമഹൻ എന്നാ പറയാല്ലേ. ഈ ഭീഷ്മപിതാമഹനാണ് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ കുട്ടികൾക്കും ഒരുപാട് കഥകളും ആശയങ്ങളും പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം അന്ത്യശ്വാസം വലിക്കാൻ തയ്യാറായിട്ടിരിക്കുക. ഭഗവാന് വലിയ സന്തോഷമായി. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? കണ്ണടയ്ക്കുന്നത്. പാർത്ഥസാരഥിയായ ഭഗവാന്റെ പാദത്തിൽ എനിക്ക് നല്ല ഭക്തി ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭീഷ്മര് അവസാനമായിട്ട് കണ്ണടച്ചത്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത്, നല്ല രസമാണ് ഭീഷ്മസ്തുതി വായിക്കാൻ. ഞാൻ ഭീഷ്മസ്തുതി ഉള്ളിലേക്കൊന്നും ഇറങ്ങിയില്ല കേട്ടോ. ഞാൻ ഭീഷ്മസ്തുതി ഉള്ളിലേക്ക് ഇറങ്ങിയില്ല. ഇറങ്ങിയാൽ പിന്നെ അവിടെ കയറാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാത്തത്. ഭീഷ്മസ്തുതിയിലുള്ളിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് കയറി പോരാൻ പറ്റില്ല. ഇപ്പോൾ വൈകുന്നേരമായി പോകും കഥ പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങണില്ല, ഞാൻ പിന്നെ കയറുന്ന പ്രശ്നമില്ല. അപ്പോൾ ഏതായാലും ഭീഷ്മസ്തുതി അതിമനോഹരമായ ഒരു ഭാഗമാണ് ഭാഗവതത്തിലെ. പറ്റുമെങ്കിൽ നിങ്ങളൊരു ഭാഗവത ഗ്രന്ഥം വീട്ടിൽ വാങ്ങിക്കൊണ്ട് വയ്ക്കുക. എല്ലാവരുടെ വീട്ടിലും ഭാഗവതം ഉണ്ടോ? എനിക്കറിയില്ല, കയ്യൊന്നും പൊക്കണ്ട. നമ്മുടെ വീട്ടിൽ ഭാഗവതം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഭാഗവതം വീട്ടിൽ കൊണ്ടിരിക്കണം. നമ്മുടെ വീട്ടിൽ ഭാരതമില്ലെങ്കിൽ നമ്മളൊരു ഭാരത പുസ്തകം വീട്ടിൽ കൊണ്ടുവയ്ക്കണം. നമ്മുടെ വീട്ടിൽ രാമായണം ഇല്ലെങ്കിൽ നമ്മൾ രാമായണം വാങ്ങി വീട്ടിൽ കൊണ്ടുവയ്ക്കണം. എന്നൊരു ദിവസേന വായിക്കണം, ഉറക്ക വായിക്കണം. ഇതിനുറക്കം വായിക്കണത് ചില ആൾക്കാരുടെ എല്ലാം രാമായണം വായിക്കുക. രാമായണം തന്നെയാണ് വായിക്കണം. ഇങ്ങനെ വായിക്കുക, അതുപോലെ വീട്ടിൽ നിന്ന് വായിക്കുമ്പോൾ ഉറക്ക വായിക്കണം. ഉറക്ക വായിച്ചാൽ എന്താ ഗുണം എന്ന് മനസ്സിലായി? എന്താ? എല്ലാവരും കേൾക്കും, എല്ലാവരും കേൾക്കാനാണ് വായിക്കണത്.
അപ്പോൾ ആ വീട് പരിശുദ്ധമായി തീരും, ആ വീട് തീർത്ഥമായി തീരും. അവിടെയുള്ള കുട്ടികളൊക്കെ അത് കേട്ടുപിടിച്ചോളും. അത് വിത്തിടുന്ന മാതിരിയാണെന്ന് പറയും. വിത്ത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? മുളച്ചു കഴിഞ്ഞാൽ അത് മുളച്ചു വരും. കാലമാകുമ്പോൾ മുളച്ചു വരലേ. നമുക്ക് ഓർമ്മയില്ലേ, പണ്ട് നമ്മൾ ചക്കയൊക്കെ തിന്നണ സമയത്ത് പഴുത്ത ചക്ക തിന്നുമ്പോൾ അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ പറമ്പിലേക്ക് വലിച്ചു തന്നല്ലേ? അങ്ങനെ വെറുതെ വലിച്ചെറിഞ്ഞ കുരുവൊക്കെ പറമ്പിൽ അവിടെയും ഇവിടെയൊക്കെ മുളച്ചിട്ടല്ലേ വലിയ വലിയ പ്ലാവ് ഉണ്ടായത്? ആണ്. അത് നമ്മൾ നട്ട് കളിച്ചുണ്ടാക്കിയതൊന്നുമല്ല. അപ്പൊ കുട്ടികൾക്ക് നമ്മൾ കഥ പറഞ്ഞു കൊടുത്താൽ അതവരുടെ ഹൃദയത്തിൽ ഒരു ബീജമായിട്ട് അവിടെ ഇരിക്കും. കാലം വരുമ്പോൾ അത് മുളച്ചു വന്ന് എത്രയോ വലിയ സംസ്കാരത്തിന്റെ വൃക്ഷങ്ങളായി തീരും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അതുകൊണ്ട് കുട്ടികളെയാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, മാതാപിതാക്കൾ എന്നല്ല എല്ലാവരും. ഇപ്പം ആരും അവരെ ശ്രദ്ധിക്കുന്നില്ല. അതാണ് നമ്മുടെ സമൂഹത്തിലെ എല്ലാ അധപ്പതനങ്ങൾക്കും കാരണം കുട്ടികളെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രമാണ്. കുട്ടികളെ ശ്രദ്ധിക്കേണ്ട നേരം മുഴുവൻ പോയി വേറെ എന്തൊക്കെയോ ചെയ്യാൻ കാര്യം മനസ്സിലായില്ല എന്താന്നുള്ളത്. നമ്മൾ വെറുതെ പഴയ കഥയും വായിച്ചിരുന്നിട്ട് കാര്യമില്ല. ഭാഗവതത്തിലെ പഴയ കഥകളൊക്കെ നമ്മൾ വായിക്കുന്നത് ഇന്നത്തെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ആദ്യം മാറ്റം ഉണ്ടാവേണ്ടത് നമ്മുടെ മനസ്സുകളിലാണ്. നമ്മുടെ മനസ്സൊക്കെ എന്ത് ചെയ്യണം? നല്ല ചിന്തകളെ കൊണ്ട് നിറയ്ക്കാനാണ് ഇവിടെ ഭാഗവതം കേൾക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ ക്ഷണിച്ചു കൊണ്ടുവന്നത്. ഏതായാലും നിങ്ങൾ ഇത്രയും പേര് വന്ന് എനിക്ക് വലിയ സന്തോഷമായി. ഇനി കുറച്ചും കൂടി വായിക്കണം ഉച്ചയ്ക്ക് മുമ്പ്. അപ്പം അതും കൂടി വായിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കഥ പറയാം. അപ്പം ഇനി വായിക്കാൻ പോവുകയാണ്. പിന്നെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാണ്ട് അങ്ങ് അറിയിപ്പാണ് കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞു, വെള്ളം കുടിക്കാൻ ആവശ്യമുള്ളവർക്ക് ആരെങ്കിലും വോളണ്ടിയേഴ്സ് ഒന്ന് കൊടുക്കണം. വെള്ളം കുടിക്കണം. നിങ്ങൾക്ക് ദാഹമുണ്ടെങ്കിലും ദാഹമില്ലെങ്കിലും എന്ത് ചെയ്യണം? വെള്ളം കുടിക്കണം. മനസ്സിലായോ? അമ്മ അതിന് ചൂടാണ്. അപ്പം ആരെങ്കിലും കുറച്ച് പേര് വോളണ്ടിയേഴ്സ് ആയിട്ട് പാത്രത്തിൽ വെള്ളമെടുത്ത് ഇവിടെ ഇരിക്കുന്നവരൊക്കെ വേണോ ചോദിക്കുക. അത് വേണ്ടെങ്കിലും വെള്ളം കുടിക്കണം. രണ്ടാമത്തെ കാര്യം ടോയ്ലറ്റാണ്. അമ്പലത്തിൽ അവിടെ ചെറിയൊരു ടോയ്ലറ്റ് സൗകര്യം, ഞാൻ വിരൽ ചൂണ്ടിയില്ലേ, ഞാൻ ഈ വിരൽ ചൂണ്ടുന്ന ആ ഭാഗത്ത് ഒരു ചെറിയ ടോയ്ലറ്റ് സൗകര്യമുണ്ട്. അപ്പോൾ ടോയ്ലറ്റ് ആവശ്യമുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? ടോയ്ലറ്റ് ഉപയോഗിക്കാം. നിർത്തുന്ന സമയത്ത് എല്ലാവരും കൂടി അങ്ങോട്ട് ഓടിപ്പോണ്ട. വേണോ? ഇതിനകത്ത് മൂത്രമൊഴിക്കാൻ തോന്നിയാൽ എന്ത് ചെയ്യണം? പിടിച്ചു വയ്ക്കാൻ പാടില്ല. ഇവിടെ എന്ത് നടന്നാലും ശരി മൂത്രമൊഴിക്കാൻ തോന്നും. തമാശ പറഞ്ഞാലല്ല, നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കുക. വെള്ളം കുടിക്കണം തോന്നിയാൽ വെള്ളം കുടിക്കുക. നല്ല വേനൽക്കാലമാണ്, വോളണ്ടിയേഴ്സ് കുറേ പേരെല്ലാവർക്കും വെള്ളം കൊടുക്കണം, വെള്ളം കുടിക്കണം.